Hi everyone, good evening. Hello, good evening everyone. Good evening, sir. Good Good evening, sir. Good evening everyone. So once again, welcome back to the session. So, അപ്പോൾ നമ്മുടെ last day, that's the fourth day of our revision phase. So we already covered most of our major areas, which includes the substantives, all risk and internal controls. And especially from the area of internal controls, we've gone through the area of control deficiencies and recommendations, as well as direct controls and the test of controls. So ഇത്രയും areas ആയിരുന്നു നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നത്. ആൻഡ് ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ we are going to discuss the main three areas, other three areas which includes reporting, ethics and corporate governance. Out of which 100% നമുക്ക് ചോദിക്കും ഉറപ്പ് പറയാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. അതർ ദാൻ ദാറ്റ് നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ എത്തിക്സിന്റെ ഏരിയ ഉണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഏരിയ ഉണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ടുഡേ സെഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഏരിയാസും പ്രോപ്പർലി നോക്കാം. ലാസ്റ്റ് 3 ഡേയ്സിന്റെ സെഷൻസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഇന്നത്തെ സെഷൻസ് നോക്കി പോവാം. ആൻഡ് ബിഗിനിങ് വിത്ത് ദ ടുഡേ സെഷൻ, നമ്മൾ ആദ്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇറ്റ്സ് ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സിന്റെ ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ടു ദ അതർ ഏരിയാസ് ആസ് വെൽ. സോ ബേസിക്കലി നമുക്കറിയാം, നമുക്ക് ഡബിളേക്കകത്ത് വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് എത്തിക്സ് നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉള്ള എത്തിക്സിന്റെ ഏരിയ എന്ന്. ഇത് എത്തിക്സിന്റെ ഏരിയസിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ഇറ്റ് വിൽ ബി പ്യൂർലി ബി ബേസ്ഡ് ഓൺ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് ദേ ക്യാൻ ഓൾസോ ബി ചാൻസസ് ദാറ്റ് നിങ്ങൾക്ക് സെയിം എത്തിക്സിന്റെ ഏരിയ തന്നെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെ വേറെ രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് MCQs ആയിട്ട് സിനാരിയോ തരുന്നുണ്ടാവും. സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങളോട് MCQ ചോദിക്കും, MDQ ആയിട്ട് ചോദിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഏത് എത്തിക്കൽ ത്രെട്ട് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം നിങ്ങളോട് ഡയറക്റ്റ് തിയറിറ്റിക്കൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ വിച്ച് ഓൾ വേ ദ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓർ ICC's കോഡ് ഓഫ് കണ്ടക്ട്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ അകത്ത് വരുന്നത്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. ഔട്ട് ഓഫ് വിച്ച് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മെമ്പേഴ്സ് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. എന്ത് തരത്തിലുള്ള പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്ന സമയത്തും അവര് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതായിരുന്നു ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തായിരുന്നു പഠിച്ചത്? മെമ്പേഴ്സ് ബയാസ്ഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ്സ് അഫക്റ്റഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്ടിവിറ്റി. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആസ് ആൻ ACCA മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും നമുക്കുള്ള നോളജ് അപ് ടു ഡേറ്റ് ആക്കി വെച്ചുകൊണ്ടേയിരിക്കണം. whenever we are willing to offer service to a particular entity, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വർക്കിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണോ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്യുന്നത്, ആ പർപ്പസിനല്ലാതെ മറ്റൊരു പർപ്പസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് നമ്പർ 2, ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്യുന്ന സമയത്ത് ആ ഇൻഫർമേഷൻ മറ്റൊരു തേർഡ് പാർട്ടിയുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി. അപ്പൊ രണ്ട് കാര്യം, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എന്തിനാണ് ഇൻഫർമേഷൻ വാങ്ങിച്ചത്, അതല്ലാതെ മറ്റൊരു കാര്യത്തിന് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുടെ അടുത്ത് പറയാനും പാടില്ല എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മെമ്പേഴ്സ് എല്ലാ ലോ ആൻഡ് റെഗുലേഷനും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ. അപ്പൊ ഇത്രയായിരുന്നു ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിക്കും എന്തൊക്കെയായിരുന്നു എത്തിക്കൽ ത്രെട്ട് എന്ന്. നമുക്കറിയാം, മോസ്റ്റ്ലി നമുക്ക് 5 എത്തിക്കൽ ത്രെട്സ് ആണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് പറഞ്ഞ മക്കളെ, ഏതൊക്കെ നോമിന് ഉണ്ടാവാറുള്ള എത്തിക്കൽ ത്രെട്ട്? സെൽഫ് ഇൻട്രസ്റ്റ്, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, അല്ലെ? അപ്പൊ ഇത്രയായിരുന്നു നോർമലി ഉണ്ടാവാറുള്ള എത്തിക്കൽ ത്രെട്സ് എന്ന് പറയാം. അപ്പം സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിരുന്നു? നമ്മൾ അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടിന്റെ കേസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക
നമ്മുടെ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും റാദർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. ആസ് ആൻ ഓഡിറ്റർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം അലൻ എന്നുള്ള എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പുറത്ത് ഞാൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായിരുന്നു സെൽഫ് ഇൻട്രസ്റ്റഡ്. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് കിട്ടുന്നു, അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ ഗ്യാരണ്ടീസ് എന്തെങ്കിലും എനിക്ക് കിട്ടുന്നു, ഓവർ ഡ്യൂ ഫീ ഉണ്ടാവുന്നു. ഓവർ ഡ്യൂ ഫീസിന്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റി നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ വർഷത്തെ ഫീസ് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയിട്ട് കറണ്ട് ഇയർ ഓഡിറ്റിന്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യും. അപ്പം അതും സെൽഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. പെർസെന്റേജ് ഓർ കണ്ടിജൻസി ഫീസ് നമ്മൾ പറഞ്ഞു, അതായത് നമുക്കിപ്പോൾ റവന്യൂന്റെ ബേസിസിലോ പ്രോഫിറ്റിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തെങ്കിലും ഉണ്ടാവുന്ന ഇവന്റിന്റെ ബേസിസിലോ നമുക്ക് പൈസ തരാമെന്ന് പറയുന്നു. ഹൈ പെർസെന്റേജ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് ഒരു സിംഗിൾ ക്ലയന്റ് ഓഡിറ്റ് ഫേമായ നമ്മുടെ ടോട്ടൽ റവന്യൂവിന്റെ 15% മേലെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഹൈ പെർസെന്റേജ് ക്ലയന്റ് എന്ന് പറയാം. നമ്മൾ അവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ഓഡിറ്റ് ഫേമിന്റെ റവന്യൂ എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്ലയന്റിന്റെ കയ്യിൽ തന്നെ 60,000 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിംഗിൾ ക്ലയന്റിന് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കാൻ വില്ലിങ് ആവും. അത് കാരണം കൊണ്ടുണ്ടാകുന്ന ത്രെട്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ്. അവിടുത്തെ ബെഞ്ച് മാർക്ക് ഇതാണ്. 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് 15% മേലെ ഒരു സിംഗിൾ ക്ലയന്റിന് കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ലോ ബോളിംഗ് ഫീസ് കുറയ്ക്കുന്നു, ക്വാളിറ്റി കുറയുന്നു. യെസ്, ഫീസ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രം അത് ലോ ബോളിംഗ് ആവോ? ഇല്ല. ഓഡിറ്റ് ഫീസ് റെഡ്യൂസ് ചെയ്യും. ഓഡിറ്റ് ഫീസ് റെഡ്യൂസ് ചെയ്യുന്നതിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലാണ് അത് എന്തായി മാറുന്നത്? ലോ ബോളിംഗ് ആയി മാറുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ക്ലയന്റിന് വേണ്ടിയിട്ട്. ക്ലയന്റിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാനും ക്ലയന്റും തമ്മിൽ ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലോ, ക്ലയന്റ് കമ്പനിയിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ഓഡിറ്റ് ഫേമിൽ ഒരു പാർട്ണർ ക്ലയന്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടെങ്കിലോ, അവിടെയൊക്കെ ഉണ്ടാവുന്ന സെയിം ത്രെട്ട് ആയിരിക്കും. ഓൾ ദിസ് വിൽ ഗിവ് റൈസ് ടു സെൽഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസ് നമ്മൾ പഠിച്ചതായിരുന്നു. ഒരേ ഒരു ഒക്കേഷനിൽ മാത്രമേ സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ടാവുള്ളൂ. ഏത് സിറ്റുവേഷനിലാണ്? നമ്മൾ തന്നെ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ത്രെട്ടാണ് ഏത്? സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ആണ്. അവിടെ ഏത് വർക്ക് ആണെങ്കിലും, ടാക്സ് ആണെങ്കിലും, ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിലും, കോർപ്പറേറ്റ് ഫിനാൻസ് ആണെങ്കിലും, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജനറൽ ഓഡിറ്റ് സർവീസ് ആണെങ്കിലും, അക്കൗണ്ടിങ് റെക്കോർഡ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സോ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമോ, അങ്ങനെ എന്ത് ചെയ്താലും സെൽഫ് റിവ്യൂ ത്രെട്ട് ആയിരിക്കും വരിക. അവിടെ നമ്മൾ പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ ഓഡിറ്റ് ഫേമിലേക്ക് വരുന്നതിന് 6 months മുന്നേ വരെ ക്ലയന്റ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലയന്റ് കമ്പനിയിൽ നിന്നാണ് ഞാൻ ഓഡിറ്റ് ഫേമിൽ വന്ന് ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന എന്ത് ത്രെട്ട് തന്നെയായിരിക്കും? സെൽഫ് റിവ്യൂ ത്രെട്ട് തന്നെയായിരിക്കും അവിടെയും ക്രിയേറ്റഡ് ആവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻലി ഒരു സിറ്റുവേഷനിലാണ് അഡ്വക്കസി ത്രെട്ട് വരിക. ഏതായിരുന്നു കേസ്? ക്ലയന്റ് കമ്പനീനെ ഓഡിറ്ററായി നമ്മൾ എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലയന്റ് കമ്പനീനെ ഓഡിറ്ററായി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കാരണം കൊണ്ട് വരുന്ന ത്രെട്ടാണ് ഏത്? അഡ്വക്കസി ത്രെട്ട് എന്ന് പറയാം. അവിടെ നമ്മൾ പറഞ്ഞു ലിറ്ററലി ക്ലയന്റ് കമ്പനിയെ നമ്മൾ പോയി റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ അഡ്വക്കസി ത്രെട്ട് ഫോം ആവത്തുള്ളൂ. ഇനി ഒരു ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പുറത്തോ ലോങ് ടേം ആയിട്ട് ക്ലയന്റുമായിട്ട് റിലേഷൻഷിപ്പിന്റെ പുറത്തോ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫോം ആവുന്ന ത്രെട്ടാണ് വി വിൽ കോൾ ഇറ്റ് as ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് നോക്കണേ, ഇത്രയും നാളും ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഡിറ്ററാണ്. ആ ഓഡിറ്റർ ക്ലയന്റ് കമ്പനിയിലേക്കാണ് പോകുന്നത് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന ത്രെട്ട് ഏതായിരിക്കും? ഓഡിറ്റ് ഫേമിൽ നിന്ന് ഒരാൾ ക്ലയന്റ് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ, വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ത്രെട്ട് ഏതാ? ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് ക്ലയന്റ് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫെമിലിയാരിറ്റി ത്രെട്ട്. ക്ലയന്റ് കമ്പനിയിൽ നിന്ന് ഒരാൾ വന്ന് ഓഡിറ്റ് ഫേമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലോ അവിടെ സെൽഫ് റിവ്യൂ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ. ഇനി ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവുക. ഏതൊക്കെയാണ് മക്കളെ 3 സിറ്റുവേഷൻസ് പഠിച്ചത്? ഏതൊക്കെയാണ് 3 സിറ്റുവേഷൻസ്? coercion, undue influence, സോ coercion എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? coercion എന്ന് പറഞ്ഞ എന്തായിരുന്നു? അതായത് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെ? ഇന്റിമിഡേറ്റ് ചെയ്യാണ്. അതായത് ഒരാളെ നമ്മൾ ത്രെറ്റനിങ് ചെയ്യാണ്. ഓഡിറ്ററെ നമ്മൾ ത്രെറ്റനിങ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ത്രെട്ടാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയുന്നത്. coercion നമ്മൾ പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓഡിറ്ററെ നമ്മൾ പേടിപ്പിക്കുകയാണ്. നമുക്ക് ഫേവറബിൾ ഒപ്പീനിയൻ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും. നമുക്ക് ഫേവറബിൾ ഒപ്പീനിയൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഫീസ് റിലീസ് ചെയ്യില്ല.
ഫേവറബിൾ ഒപ്പീനിയൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഓഡിറ്റ് തരില്ല, റിലേറ്റഡ് സർവീസ് തരില്ല, ഓഡിറ്റർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും എന്ന് പറയുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓഡിറ്ററിനെ പേടിപ്പിക്കുന്നതിനെയാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വിളിക്കുക. ഇനി നെക്സ്റ്റ് വൺ ഇറ്റ്സ് ഇൻഫ്ലുവൻസ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞ എന്തായിരുന്നു? ഓഡിറ്ററിന്റെ മേലെ അതോറിറ്റി ഉള്ള ഒരാൾ ഓഡിറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഓഡിറ്ററിന് മേലെ അതോറിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഓഡിറ്ററിന്റെ വൈഫ് ആവാം, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് ക്ലയന്റ് കമ്പനി പോയി ജോയിൻ ചെയ്തതാണ് സീനിയർ പൊസിഷനിൽ. സോ അവിടുന്ന് ആയിരിക്കാം നിങ്ങൾക്ക് പ്രഷർ വരിക. അപ്പൊ ആരെങ്കിലും നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നിങ്ങൾക്ക് ആഡിക്വേറ്റ് ടൈം തരുന്നില്ല ഓഡിറ്റ് പെർഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു ഓഡിറ്റ് ക്വിക്ലി പെർഫോം ചെയ്ത് തീർക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആക്സസ് ടു റെക്കോർഡ്സ് തരുന്നില്ല, അല്ലെങ്കിൽ ക്ലയന്റ് നിങ്ങൾക്ക് ഇൻവെന്ററി കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് തരുന്നില്ല, ബുക്സ് ആൻഡ് റെക്കോർഡ്സ് തരുന്നില്ല. ഈ സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കേസിലും വരുന്ന ത്രെട്ടാണ് ഇന്റിമിഡേഷൻ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ഈ ഓരോ ത്രെട്ടും തമ്മിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു 5 ത്രെട്ട് ഉണ്ട് നമുക്ക്. ഇതിനകത്ത് 2 ത്രെട്ട് നിങ്ങൾക്ക് ഈസിലി മാറ്റി നിർത്താൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സെൽഫ് റിവ്യൂ ആൻഡ് ദ അതർ വൺ ഈസ് അഡ്വക്കസി. കാരണം നിങ്ങൾ ചെയ്ത് കൊടുത്ത വർക്ക് നിങ്ങൾ റിവ്യൂ ചെയ്താൽ മാത്രമേ അത് സെൽഫ് റിവ്യൂ ആവത്തുള്ളൂ. സെയിം as ദാറ്റ്, നിങ്ങൾ ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ അവിടെ അഡ്വക്കസി ത്രെട്ടും ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് മാറ്റാം. കോമൺ ആയിട്ട് വരുന്ന ത്രെട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? സെൽഫ് ഇൻട്രസ്റ്റ്, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. അവിടെ നിങ്ങൾ പ്രത്യേകം നോക്കണം, ഓഡിറ്റർ ക്ലയന്റിന്റെ ഒരു വർക്ക് റിവ്യൂ ആണ്. ഓഡിറ്റർ ക്ലയന്റിന്റെ വർക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ക്ലയന്റിന്റെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുന്നു, അപ്പോൾ ഓഡിറ്ററിന്റെയും കൂടെ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അത് മറച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓഡിറ്ററിന്റെ വൈഫാണ് ക്ലയന്റ് കമ്പനിയിലുള്ളത്, വൈഫ് എന്തെങ്കിലും ഫ്രോഡ് പെർഫോം ചെയ്തു എന്ന് പറയാണ്, അത് കാരണം കൊണ്ട് ഓഡിറ്റർ അത് മറച്ചു വെക്കാൻ വൈഫിനെ ഹെൽപ്പ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് സെൽഫ് ഇൻട്രസ്റ്റഡ്. ഓൺ ദ അതർ ഹാൻഡ്, ഈ വൈഫോ അല്ലെങ്കിൽ ഓഡിറ്ററിന് പരിചയത്തിലുള്ള ഒരാളെങ്കിലോ ഓഡിറ്ററിനെ പ്രഷറൈസ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഓഡിറ്റർ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് മറച്ചു വെക്കുന്നത്. അങ്ങനെയാണ് അതെന്തായിരിക്കും? ഇന്റിമിഡേഷൻ ത്രെട്ടായിരിക്കും. ജസ്റ്റ് പരിചയത്തിന് പുറത്ത് മാത്രം ഓഡിറ്റർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെയാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയുക. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ക്വസ്റ്റനിൽ പറയാണ്, ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ക്ലയന്റ് കമ്പനിയിലെ സിഇഒനെ പരിചയപ്പെട്ടു, സിഇഒയുടെ സണ്ണിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഓഡിറ്ററിനെ ഇൻവൈറ്റ് ചെയ്തു, ഓഡിറ്റർ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്, അവിടെ വെച്ച് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും. അല്ലെ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ 7 years അല്ലെ 8 years ആയിട്ട് ഓഡിറ്റ് ഫേമിൽ ഈ ഓഡിറ്റ് ഫേം ആണ് സെയിം ക്ലയന്റിന് വർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കഥകൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ത്രെട്ട് ഏത് തന്നെയായിരിക്കും? ഫെമിലിയാരിറ്റി ആയിരിക്കും, ബിക്കോസ് ഓഫ് ദി ലോങ് ടേം റിലേഷൻ വിത്ത് ദ ക്ലയന്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ത്രെട്ടിനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ. ഇൻ അഡീഷൻ ടു ദിസ് നമ്മളൊരു ത്രെട്ടും കൂടെ പറഞ്ഞിരുന്നു, മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞ്. എന്തായാലും നോക്കാം, മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാല് ഓഡിറ്റർ എന്ത് ചെയ്യാണ്? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ ആ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അസ്യൂം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ത്രെട്ടാണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയുക. ക്ലിയർ ആയോ? ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള കുറെ സേഫ് ഗാർഡ്സ് പഠിച്ചിരുന്നു ഓരോ ത്രെഡ്സിന്റെയും കേസിൽ എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഏതൊരു ത്രെട്ടിന്റെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റുമായിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്യാം. അവിടെ ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ദോസ് ചാർജ് വിത്ത് ഗവേണൻസിനോടായിരിക്കും മെയിൻലി നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഫെമിലിയാരിറ്റി ത്രെട്ടിന്റെ ഒക്കെ കേസിൽ ആരാണോ ആ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ പേഴ്സണെ നമുക്ക് ഓഡിറ്റ് ടീമിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇനി ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റിന്റെ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആവും എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന പ്രോബ്ലം. അങ്ങനെ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ റിവ്യൂറിനെ കൊണ്ട് വർക്ക് റിവ്യൂ ചെയ്യിക്കാം. സീനിയർ പേഴ്സൺ ആരാണോ കുറെ നാളായിട്ട് ഈ ക്ലയന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്നുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടീം യൂസ് ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ ടീമാണ് ഓൾറെഡി അവർക്ക് ടാക്സ് റിലേറ്റഡ് സർവീസ് ചെയ്ത്, അങ്ങനെയാണ് നമുക്ക് എന്താ പറയാം? സെപ്പറേറ്റ് ടീം യൂസ് ചെയ്ത് ആ സർവീസ് ചെയ്യണം എന്ന് പറയാം. ഇനി എല്ലാ കേസിലും കോമൺലി നമ്മൾ പറയാറുള്ളതായിരുന്നു പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രൊഫഷണൽ ബോഡിയുടെ നിന്ന് അഡ്വൈസ് വാങ്ങാൻ, കോഡ് ഓഫ് കണ്ടക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് നമുക്ക് സ്പെസിഫിക്കലി ക്ലയന്റ് പുതുതായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സർവീസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്നായിരുന്നു പറഞ്ഞത്?
ആ സർവീസ് ചെയ്യാമെന്ന് ചോദിക്കുന്ന പൊളൈറ്റ്ലി നമുക്ക് ഡിക്ലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഓഡിറ്റർക്ക് ക്ലയന്റ് കമ്പനിയിലുള്ളത്, അങ്ങനെയാണെങ്കിൽ എത്തിക്കൽ ത്രെട്ട് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസ്പോസ് ചെയ്താൽ മതി, അത് വേണ്ടാന്ന് വെച്ചാൽ മതി. ഫൈനലി നമ്മൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും, നമുക്ക് എൻഗേജ്മെന്റിൽ നിന്നും റിസൈൻ ചെയ്യാം. ക്ലിയർ ആയോ? Yes. ഇനി നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസ്. അവിടെ നമ്മളോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, അതായത് രണ്ട് സിറ്റുവേഷനിലായിരുന്നു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രോബ്ലം വരുന്നത്. ഏതൊക്കെയായിരുന്നു? കമ്പനീസ് ദാറ്റ് ട്രേഡ് ഇൻ ദ സെയിം മാർക്കറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്ന കമ്പനിയോ, അല്ലെങ്കിൽ കമ്പനീസ് വിച്ച് കോമ്പീറ്റ് ഇൻ ദ സെയിം മാർക്കറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനിയോ. നമ്മളന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഏതൊക്കെ, ആപ്പിൾ ആൻഡ് സാംസങ്ങിന്റെ ഓഡിറ്റ് നമ്മളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങും അതുപോലെ തന്നെ ഇന്റലും, സാംസങ് ആൻഡ് ഇന്റൽ, സാംസങ്ങും ഇന്റലും എന്ത് ചെയ്യുന്നതാണ്, ഇന്റൽ അവരുടെ പ്രൊസസർ സാംസങ്ങിന് സെല് ചെയ്യുന്നുണ്ട്, ആപ്പിളും സാംസങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അലൻ എന്ന് പറയുന്ന ഓഡിറ്ററാണ് ആപ്പിളിന്റെയും സാംസങ്ങിന്റെ ഓഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലൻ തന്നെയാണ് സാംസങ്ങിന്റെയും ഇന്റലിന്റെ ഓഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ ഏതൊക്കെ ത്രെട്ട് വരുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്? there will be conflict of interest due to which അവിടെ there will be threats to objectivity and confidentiality എന്ന് നമ്മൾ പറഞ്ഞു. and ഇങ്ങനെ ഒബ്ജക്ടിവിറ്റിക്കും കോൺഫിഡൻഷ്യാലിറ്റിക്കും അഗൈൻസ്റ്റ് ആയിട്ട് ത്രെട്ട് വരും. അപ്പൊ നമ്മളവിടെ ഫസ്റ്റ് സേഫ് ഗാർഡ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞത്? എന്തായിരുന്നു ഫസ്റ്റ് സേഫ് ഗാർഡ്? വേമ്പറ ടീമിനെ സെപ്പറേറ്റ് ചെയ്യാം. ടീമിനെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നില്ല ഫസ്റ്റ് വൺ. ഏതായിരുന്നു? കൺസെന്റ് ഒബ്റ്റെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ട് ക്ലയന്റിന്റെയും അടുത്ത് എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്യണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. ആൻഡ് രണ്ട് ക്ലയന്റിന്റെയും കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങണം എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ. ഏതെങ്കിലും ക്ലയന്റ് കൺസെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു നീഡ് ടു ഇൻഫോം ബോത്ത് ദ ക്ലയന്റ്സ് അബൌട്ട് ദി ഇഷ്യൂ ആൻഡ് ഷുഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ബോത്ത് ഓഫ് ദം. എന്നിട്ട് അവർ കൺസെന്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അഡീഷണൽ സേഫ് ഗാർഡ്സ് എടുക്കുക. അതെന്തൊക്കെയായിരുന്നു? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം. there should be procedures to prevent access to information. പറഞ്ഞ മക്കളെ വേറെ എന്തൊക്കെയായിരുന്നു? കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്യണം. സേഫ് ഗാർഡ്സ് ഒന്നും റെഗുലർലി റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. സീനിയർ ആയിട്ടുള്ള ഒരാള് ക്ലയന്റിന് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അഡ്വൈസ് വേണമെങ്കിൽ അത് കൊടുക്കണം. ആൻഡ് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും സേഫ് ഗാർഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ എൻഗേജ്മെന്റ് എടുക്കാൻ പാടില്ല, ഡിക്ലൈൻ ചെയ്യണം. ഇനി നമ്മൾ എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു എൻഗേജ്മെന്റ് പ്രോപ്പർലി സേഫ് ഗാർഡ്സ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസൈൻ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു എൻഗേജ്മെന്റ് പാർട്ണർക്കാണെങ്കിലും ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർക്കാണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണർക്കാണെങ്കിലും എല്ലാം മാക്സിമം ഒരു എൻഗേജ്മെന്റ് സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എത്രയായിരുന്നു? 7 years ആയിരിക്കും. കൂളിംഗ് ഓഫ് പീരീഡിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. എന്തായിരുന്നു മക്കളെ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? അവർ ആ എൻഗേജ്മെന്റിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയമാണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയാ. അപ്പൊ ഒരു എൻഗേജ്മെന്റ് പാർട്ണറിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് എത്രയായിരുന്നു? 5 years. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിന്റെയോ 3 years. കീ ഓഡിറ്റ് പാർട്ണറിന്റെ 2 years. ഇനി നമ്മൾ പറഞ്ഞു എൻഗേജ്മെന്റ് പാർട്ണർ പ്ലസ് കീ ഓഡിറ്റ് പാർട്ണർ എന്നുള്ള റോളാണ് ചെയ്തേക്കുന്നുണ്ടെങ്കിലോ 5 തന്നെയായിരിക്കും. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ പ്ലസ് കീ ഓഡിറ്റ് പാർട്ണർ ആണെങ്കിലോ 3. എൻഗേജ്മെന്റ് പാർട്ണർ പ്ലസ് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ആണെങ്കിലോ 5. അതെങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പം പറഞ്ഞത്? എവിടെയൊക്കെ എൻഗേജ്മെന്റ് പാർട്ണർ വരും അവിടേക്ക് എത്ര തന്നെ ആയിരിക്കും? 5 ആയിരിക്കും. ദെൻ എവിടെയൊക്കെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ വരും അവിടേക്ക് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മൾ ആ പീരീഡ് സേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എപ്പോഴും മാക്സിമം പീരീഡ് ഓർത്ത് വെക്കുക. മാക്സിമം എത്ര ഇയേഴ്സ് ആണ് സേവ് ചെയ്യാൻ പറ്റുന്നത്? 7 years. ഇയർ MCQ ആയിട്ട് ഈതർ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ MCQ അല്ലാണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ അതിന്റെ അകത്ത് ആ പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ക്വിക്ലി ഒരു കാര്യം ചെയ്ത് എല്ലാവരും ഈ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് സെന്റിപ്പീഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതായിരുന്നു. ഒന്നുകൂടെ വേഗം വായിച്ചു നോക്കിയേ. വായിച്ചു മക്കളെ.
Okay, നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? It is 1st July 2015. You are an audit supervisor of Ant & Company and are planning the audit of financial statements of Centipede Company, which is a listed company, for the year ended 30th June 2015. The company purchases consumer goods and sells through its website and to wholesalers. This is a new client for your firm, and your audit manager has already had a planning meeting with the finance director and has provided you with the following notes along with the financial statements extracts. നമ്മളോട് പറഞ്ഞു സെന്റിപീഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. കമ്പനി കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ് സെല് ചെയ്യുന്ന കമ്പനിയാണ്. ആൻഡ് അവരത് വെബ്സൈറ്റ് ത്രൂവും ഹോൾസെയിലേഴ്സ് ത്രൂവും സെല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ന്യൂ ക്ലയന്റ് ആണ്. മാനേജർ പ്ലാനിങ് മീറ്റിംഗ് നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മളോട് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്തേ, ഈ സിനാരിയോയും ഈ റിക്വയർമെന്റും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു എല്ലാരും? Yes, sir. നമ്മുടെ അടുത്ത് അവിടെ പറഞ്ഞേക്കാം എന്താ? The finance director of Centipede Company informed Ant & Company that one of the reasons they were appointed as auditors was because of their knowledge of the industry. Ant & Company audit number of other consumer packaged goods companies, including Centipede Company's main rival. The finance director has inquired how Ant & Company will keep information obtained during the audit confidential. Explain the safeguards which Ant & Company should implement to ensure that this conflict of interest is properly managed. നമ്മളോട് പറയാണ് ഫിനാൻസ് ഡയറക്ടർ ഓഫ് സെന്റിപീഡ് കമ്പനി എന്ത് ചെയ്തു? നമ്മുടെ അടുത്ത് പറഞ്ഞു ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഫേമിന് ഈ ഓഡിറ്റ് ഏൽപ്പിക്കാനുള്ള മേജർ റീസൺ എന്താ? നമുക്ക് ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള നോളജ് ആണെന്ന്. ആൻഡ് കമ്പനി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ് കമ്പനിയുടെ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. സെന്റിപീഡ് കമ്പനിയുടെ മെയിൻ റൈവൽ കമ്പനി കോമ്പറ്റീറ്ററിന്റെയും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് ഡയറക്ടർ എൻക്വയർ ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത്, നമ്മൾ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത ഇൻഫർമേഷൻ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നതെന്ന്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് സേഫ് ഗാർഡ്സ് വേണ്ടതെന്ന് ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. എന്താ മക്കളെ ഇവിടെ ചോദിച്ചേക്കുന്നത്? അപ്പോ കോൺഫിഡൻഷ്യാലിറ്റി വിച്ച് മീൻസ് ഇത് ഏതാ എത്തിക്കൽ ത്രെട്ട്? ഏതായത് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ പറയേണ്ടത്? The Ant & Company is auditing multiple entities in a competent market. Therefore, it would result in threats to objectivity and confidentiality due to the conflict of interest, due to which the audit firm should first of all obtain permission from both the Centipede Company and its rival company before continuing with the engagement. And if permission is granted by both the entities, they should take the following safeguards. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സേഫ്ഗാർഡ്സ് കൂടി പറയണം? നമ്മൾ ഓൾറെഡി പഠിച്ച സേഫ്ഗാർഡ്സ് പറയണം. ക്ലിയർ ആയോ? ഓക്കെ, ഏതൊക്കെ സേഫ്ഗാർഡ്സ് ആയിരുന്നു നമ്മൾ പറയേണ്ടത്? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യുക, ഇൻഫർമേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്യണം, റെഗുലർ റിവ്യൂ നടത്തുന്നുണ്ടാവണം, അതുപോലെ തന്നെ ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? യാ. ആൻഡ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ വെച്ചും പറഞ്ഞൊരു കാര്യമായിരുന്നു, മോസ്റ്റ് ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു എത്തിക്സിന്റെ ക്വസ്റ്റൻ ആണ് ഇത്. കാരണം നിങ്ങളോട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മാനേജ് ചെയ്യാൻ എന്ത് സേഫ് ഗാർഡ് എടുക്കണം എന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സിനാരി വായിച്ചു പോലില്ല പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഡബ്ല്യുക്കകത്ത് നിങ്ങൾക്ക് ഒരേ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസ് പഠിക്കാനുള്ളൂ. അതേതാ? either auditing multiple entity in a competent market or auditing entity that trade with each other. Both കേസിലുള്ള സേഫ് ഗാർഡ്സ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നിങ്ങളോട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന് സേഫ് ഗാർഡ് ചോദിക്കുന്നു അവിടെ ഇത് തന്നെയായിരിക്കും എഴുതേണ്ടത്. മനസ്സിലായോ? ഓക്കെ. ആൻഡ് ഐ ബിലീവ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഓഡിറ്റ് റിസ്കിന്റെ കൂട്ടത്തിൽ ഓൾമോസ്റ്റ് ഒരു മിക്ക കേസിലും നമ്മളോട് ചോദിക്കാറുള്ള ഒരു എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലേ? റിക്കറിംഗ് ആയിട്ട് നമ്മുടെ ഫുൾ റിവിഷൻ കിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടതായിരുന്നു. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? നേരത്തെ കാണിച്ചു തന്നെ, കാരണം നമ്മളോട് ഇവിടെ ലിറ്ററലി സേഫ് ഗാർഡ്സ് തന്നെയാണ് ചോദിക്കുന്നത്. സോ നേരെ സേഫ് ഗാർഡ്സ് എഴുതിയാൽ മതി. പക്ഷെ സേഫ് ഗാർഡ് എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം? ക്ലയന്റിനെ നോട്ടിഫൈ ചെയ്യണം എന്നുള്ള കാര്യം എഴുതണം, എന്നിട്ട് സേഫ് ഗാർഡ് എഴുതാം കേട്ടോ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് അറിയാം, നമുക്ക് കമ്പാരിറ്റീവ്ലി എത്തിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ഒരു എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പൊ വീഡിയോ ചെയ്യിക്കാൻ പോകുന്നത്. കാരണം
അതർ ദാൻ ദിസ് നമുക്ക് ഒറ്റ ക്വസ്റ്റൻ കൂടെ ഉള്ള കിറ്റിൽ. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റൻ ഫ്രഷ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ ചെയ്യുക. ആൻഡ് നൗ വി ഗോണ സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റൻ നമ്പർ 2 ടൺ ഹെർലിംഗ്. ആൻഡ് ഹെർലിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? They have asked us to identify 5 ethical threats, and they have also asked us to recommend appropriate safeguard for each of the ethical threats. അപ്പൊ എത്തിക്കൽ ത്രെഡ്സ് ഓരോന്നും നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം സേഫ് ഗാർഡും കൊടുക്കണം. അപ്പൊ എത്തിക്കൽ ത്രെഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യമേ സിനാരിയോക്കകത്തുനിന്ന് എന്താണ് ആ എത്തിക്കൽ ഇഷ്യൂ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. സെയിം സിനാരിയോക്കകത്തെ ഫാക്ട് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ആ ത്രെഡ് ഏതാണെന്നുള്ളത് പറയുക. ആ ത്രെഡ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കാരണം കൊണ്ട് ഓഡിറ്റിന്റെ അത് വരുന്ന ഇമ്പാക്ട് എന്താന്നുള്ള കാര്യം പറയണം. ഓക്കെ, ആ ത്രെഡ് എന്ത് ഇമ്പാക്ട് ആണ് ഓഡിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും പറയാം. ആൻഡ് സേഫ് ഗാർഡ് പറയുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? അവിടെ സ്പെസിഫിക്കലി അങ്ങനെയില്ല, എന്താണോ ഇല്ലാത്തത് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള റെക്കമെൻഡേഷൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ആക്ച്വലി അവിടെ എന്ത് വേണം എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എപ്പോഴും ത്രെഡ് എഴുതുമ്പോൾ ആദ്യമേ സിനാരിയോക്കകത്ത് ത്രെഡ് എന്താന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, ആ ത്രെഡ് ഏത് ത്രെഡ് ആണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം എന്ത് ഇമ്പാക്ട് ആണ് ഓഡിറ്റിൽ വരുന്നത് എന്നുള്ളതും പറയാം. അതായത് ഓഡിറ്റിന്റെ ക്വാളിറ്റി ആണോ അഫക്റ്റഡ് ആവുന്നത്, നമ്മൾ തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാൻ വില്ലിങ് ആവോ, എന്താണ് ഇഷ്യൂ എന്നുള്ളതും പറയാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇൻ. അപ്പൊ എല്ലാവരും കാര്യം ചെയ്തേ. സോ ഇവിടം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ത്രെഡ് ആണോന്ന് വേഗം ഐഡന്റിഫൈ ചെയ്തേ. സോ എവ്രിവൺ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ഇൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ടൺ ഹെർലിംഗ് സ്റ്റാർട്ട് ചെയ്തു. വായിച്ചു. വായിച്ച് ഐഡന്റിഫൈ ചെയ്ത എല്ലാവരും? Yes, sir. So നോക്കി മക്കളെ, the finance director is keen to announce the company's financial results to the stock market earlier than last year, and in order to facilitate this, he has asked if the audit could be completed in a shorter time scale. In addition, the company is intending to propose final dividend once the financial statements are being finalized. Herling Company's finance director has informed the audit engagement partner that one of the company's non-executive directors have just resigned and has inquired if the partners at C and Company can help Herling Company in recruiting
a new non-executive director. Parayam. Any ethical threats from this area? Yes, sir. Time scale, എന്തൊക്കെയാ? shorter time scale. shortest time scale ഷോർട്ടർ ടൈം സ്കെയിലിലേക്ക് നമ്മളോട് ഓഡിറ്റ് പെർഫോം ചെയ്യാവുന്ന ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് ത്രെട്ട് ആയിരിക്കും ഉണ്ടാവുക? Intimidation. ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിരിക്കും ഉണ്ടാവുക. എന്ത് കാരണം കൊണ്ട് അവിടെ ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവുന്നത്? ടൈമേ കൊടുക്കുന്നുള്ളൂ. ലിമിറ്റഡ് ടൈമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക? ഓഡിറ്റിന്റെ ക്വാളിറ്റി അഫക്റ്റഡ് ആവും. സോ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റിയിലായിരിക്കില്ല ചെയ്തത്, ഒരു ഒബ്ജക്റ്റീവ്ലി ഓഡിറ്റ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യുക. ശരിയല്ലേ? ഓക്കെ. ഇനി അപ്പൊ നമ്മൾ അത് എങ്ങനെയായിരിക്കും ത്രെട്ട് ആയിട്ട് എഴുതേണ്ടത്? ആദ്യം നിങ്ങൾ എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് സെയിം കാര്യം പറയാം. എന്താ നമ്മളോട് ഇവിടെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറയാം, ദ ഫിനാൻസ് ഡയറക്ടർ ഹാസ് റിക്വസ്റ്റഡ് ദ ഓഡിറ്റ് ടീം വെദർ ദ ഓഡിറ്റ് കുഡ് ബി കംപ്ലീറ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം സ്കെയിൽ എന്ന് നിങ്ങൾ പറയാം. This would result in an intimidation threat to objectivity, because in case if the auditor lacks sufficient time to obtain adequate evidences, the auditor might cut corners of the audit, and therefore there can be chances that the auditor might not have performed the audit with sufficient quality. There can also be chances that the auditor's objectivity might also be affected. That's it. Clear ayo? Yes, sir. Okay. അങ്ങനെയാണ് അതിനെന്തായിരിക്കും നമുക്ക് സേഫ് ഗാർഡ് കൊടുക്കാനായിട്ട് പറ്റുക? എന്തായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക നമുക്ക്? മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ചുകൂടി ടൈം തരുമോ? മാനേജ്മെന്റ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം? അഡീഷണൽ ടൈം റിക്വസ്റ്റ് ചെയ്യാം. ടൈം റിക്വസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ? എല്ലാ സിറ്റുവേഷനിലും ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയണം? സേഫ് ഗാർഡ് ആയിട്ട് പറയാം, the auditor should communicate the matter with the clients, those charged with governance or the audit committee, and should request them for additional time scale to perform the audit in accordance with the standards. However, in case if the audit committee does not allow them to have sufficient time, then the auditor should resign from the engagement. Clear ayo? Yes, sir. Yeah. Any problem? Any other problem over here? എന്തോ? റിക്രൂട്ടിംഗ് ന്യൂ NED. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് റിക്രൂട്ട് ചെയ്യാവുന്നതാണ് ചോദിച്ചേക്കുന്നത്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ഏത് ത്രെട്ട് ആയിരിക്കും വരിക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആയിരിക്കും വരിക. എപ്പോഴും ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആണ്. അപ്പൊ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആയിരിക്കും വരിക. എന്ത് കാരണം കൊണ്ട് അത് ത്രെട്ട് ആയിട്ട് മാറുന്ന? അവിടെ എന്തായിരിക്കും നമുക്ക് ഇമ്പാക്ട് പറയാൻ പറ്റുക? ബിക്കോസ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും കൺസിഡർ ചെയ്യേണ്ടത്. സോ ഓഡിറ്റ് പ്രോസസ് ഓവർസീ ചെയ്യേണ്ട ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല? അവരത് ഒബ്ജക്റ്റീവ്ലി ക്യാരി ഔട്ട് ചെയ്യില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓഡിറ്റിന്റെ ക്വാളിറ്റി ഇൻഡയറക്ട്ലി അഫക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ത്രെട്ട് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? വളരെ സിമ്പിൾ സേഫ് ഗാർഡാ. എന്തായിരിക്കും? നമ്മളോട് റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് പറയാ? ചെയ്ത് കൊടുക്കൂല എന്ന് പറയാം. അത്രയല്ലേ ഉള്ളൂ. Okay, നിങ്ങൾ എന്ത് പറയാ? The auditor should politely decline the request raised by the finance director and should inform them that the auditor will not involve in the process of recruiting non-executive directors. Clear ayo? Sir, ഈ കേസിന് മാനേജ്മെന്റ് ത്രെട്ട് വരുമോ? Sorry? ഈ കേസിന് മാനേജ്മെന്റ് ത്രെട്ട് വരുമോ? ഇല്ല. മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ ഇൻ കേസ് എങ്ങാനും ക്ലയന്റ് പെർഫോം ചെയ്യേണ്ട ഒരു വർക്ക് ഓഡിറ്റർ പെർഫോം ചെയ്ത് കൊടുത്താലാണ് മാനേജ്മെന്റ് ത്രെട്ട് ആവുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ക്ലയന്റിന് ലോൺ എടുക്കണം. ആ ലോണിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ആ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ഓഡിറ്റർ കയറി എടുത്തിട്ടുണ്ടെങ്കിലാണ് മാനേജ്മെന്റ് ത്രെട്ട് ആയി മാറുക. മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കി, സ്പെസിഫിക്കലി ഹി ഹാസ് റിക്വസ്റ്റഡ് ദ എൻഗേജ്മെന്റ് ക്വാളിറ്റി റിവ്യൂവർ who was until last year the audit engagement partner on Herling Company, assist the company in this recruitment. CN Company also provides taxation services for Herling Company in the form of tax return preparation along with some tax planning advice. The finance director has recommended to the audit committee of Herling Company that this year's audit fee should be based on the company's profit before tax. At today's date, 20% of the last year's audit fee is still outstanding and this was due to be paid 3 months ago. എന്തായിരിക്കും ഇഷ്യൂസ് ഉണ്ടാവും? എന്തൊക്കെ പ്രോബ്ലംസ്? എന്തൊക്കെ മക്കളെ ഇഷ്യൂ?
ടാക്സ് സർവീസ് നമ്മളാ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അവിടെ സെൽഫ് റിവ്യൂ. ടാക്സ് സർവീസ് നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ടാക്സ് റിട്ടേൺ പ്രിപ്പറേഷൻ ആണ് അല്ലേ. ഓക്കെ, അലോങ് വിത്ത് ടാക്സ് പ്ലാനിങ് അഡ്വൈസും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പല രീതി ത്രെട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഒന്ന് നമുക്ക് പറയാം, ടാക്സ് പ്ലാനിങ് അഡ്വൈസിന്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ടാക്സ് കമ്പ്യൂട്ടേഷൻസും ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തുണ്ടാവും? ദേ വിൽ ബി സെൽഫ് റിവ്യൂ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി. ബിക്കോസ് ഓഡിറ്റർ പെർഫോം ചെയ്ത വർക്ക് ഓഡിറ്റർ തന്നെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാ? അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഓഡിറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യൂല. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? The auditor should consider using separate engagement team for providing non-audit services, and the members who are involved in the tax planning and advice services should not be involved in the process of audit. അത് നമുക്ക് പറയാം. ഇതാണ് ഒരു ബേസിസ്. രണ്ടാമത്, നിങ്ങളുടെ എക്സാം കിറ്റിൽ അവർ പറഞ്ഞേക്കുന്ന പെർസ്പെക്റ്റീവ് എന്താന്ന് ചോദിച്ചാൽ അത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടാന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞേക്കുന്ന അസംഷൻ ഇതാണ്, നമ്മൾ ഓൾറെഡി ഓഡിറ്റ് സർവീസ് കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ ടാക്സ് പ്ലാനിങ് സർവീസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഒരുപാട് ഫീസ് ആ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. സോ ദാറ്റ് ക്ലയന്റ് മൈറ്റ് ബിക്കം എ ഹൈ പെർസെന്റേജ് ക്ലയന്റ്. അത് കാരണം കൊണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ വേറെന്താ പ്രോബ്ലം? വേറെന്താ? ഓഡിറ്റ് ഫീസ് അവർ എന്തിന്റെ ബേസിസ് വെക്കാനാണ് ഹെർലിംഗ് കമ്പനി പറയുന്നത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെ ബേസിസിൽ ഫീസ് വെക്കാനാണ് പറയുന്നത്. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് അപ്പൊ അത് എന്താ സംഭവിക്കുക അവിടെ? സെൽഫ് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് എ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം എന്താ? ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓർ കണ്ടിജന്റ് ഫീസ് അല്ലേ? പെർസെന്റേജ് ഓർ കണ്ടിജന്റ് ബേസിസിലാണ് ഫീസ് വരുന്നത്. അപ്പൊ അത് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കാരണം എന്താ? if the profit before tax of the company is overstated intentionally by the management, the auditor will not be willing to make any adjustment to the amount of profit, as it will reduce the amount of audit fee. Clear ayo? Yes sir. Okay. Then അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സേഫ് ഗാർഡ് എന്തായിരിക്കും? സേഫ് ഗാർഡ്? ഫീസ് വാങ്ങണം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫീസ് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഫിക്സ്ഡ് എമൗണ്ട് ആവണം അല്ലെ? പെർസെന്റേജ് ബേസിസിലാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് പറയാം? The auditor should inform those charged with governance that the audit fees should not be on the basis of percentage or contingent basis. Instead, the fees should be a fixed amount. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? Or the fees can also be on the basis of hours spent by the auditors for the audit for the year end. Clear ആയോ? പിന്നെ വേറെ നമ്മുടെ പ്രോബ്ലം? ലാസ്റ്റ് ഇയേഴ്സ് ഓഡിറ്റ് ഫീസ് ഇപ്പോഴും എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞു. ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക? ഏത് ത്രെട്ടാ വരുന്നത്? സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് പറയാ? The last year's audit fees is still outstanding and was due to be paid 3 months ago. Therefore, there can be chances of having self-interest rate to objectivity, as the auditor might reduce the quality of the audit, expecting that the current year's audit fees might also not be recoverable. ഇനി അതിന് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും? The auditor should discuss the matter with the client's audit committee and request them to make the payments as early as possible. And in case of any further delay in the audit fee, the auditor should not continue with the engagement until the fees are being paid. Clear ayo? Yes sir. Yeah. ഇനി വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ മക്കളെ ഓവർ ഇയർ? കുറച്ചു മുന്നേ എന്നോട് ഡൗട്ട് ചോദിച്ചു തന്നെയാണ്. എന്താ ഇവിടെ ഉള്ളത്? HR ഡിപ്പാർട്ട്മെന്റിന് എന്താ പ്രശ്നം? റിക്രൂട്ട്മെന്റിന് അത് മേലത്തിന്റെ ബാക്കി തന്നെയാണ്. മേലെ റിക്രൂട്ട്മെന്റിന്റെ പ്രോബ്ലം നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? ഇന്റിമിഡേഷൻ വരത്തില്ലേ? ഏതാ? ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസിന്റെ ആണോ? ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസിന്റെ കേസ് വേണമെങ്കിൽ ഇന്റിമിഡേഷൻ പറയാം. ഏത് ത്രെട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ത്രെട്ട് എഴുതുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ത്രെട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇനി ഓവർ ഇയർ എക്സാക്ട്ലി എന്താ ഇവിടുത്തെ പ്രശ്നം? ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ട്ണർ ആയിരുന്ന ആളാണ്. ലാസ്റ്റ് ഇയർ വരെ പുള്ളി എന്തായിരുന്നു എന്ന് പറയുന്നു? ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആയിരുന്നു. ഇപ്പോഴാണ് പുള്ളി എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ വരാൻ പറ്റുമോ?
ഇല്ല ഇല്ല. കൂളിംഗ് നമ്മൾ ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആള് എത്ര പീരീഡ് കൂളിംഗ് ഓഫ് ടൈം എടുക്കണം? 5 years കൂളിംഗ് ഓഫ് ടൈം എടുത്തിട്ട് മാത്രമേ സെയിം എൻഗേജ്മെന്റ് വേറെ എന്ത് റോളും ക്യാരി ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് വരാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ത്രെട്ട് ആയിരിക്കും ഉണ്ടാവുക? ഫെമിലിയാരിറ്റി ത്രെട്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? The engagement quality control reviewer was engagement partner until the last year. Therefore, there will be familiarity threat to objectivity, as the engagement quality control reviewer will not be able to carry out their judgment with objectivity. And അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന സേഫ് ഗാർഡ് എന്ത് തന്നെയായിരിക്കും? നിങ്ങൾ പറയാ the engagement quality control reviewer should take a cooling off period of at least 5 years after being an audit engagement partner. Therefore, he should be removed from the engagement, instead of which a new engagement quality control reviewer should be appointed. Clear ആയോ? Yeah. അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയ്ക്കകത്ത് എത്തിക്കൽ ത്രെഡ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ ഓരോ എത്തിക്കൽ ത്രെഡും ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത എത്തിക്കൽ ത്രെഡ് എന്താണോ ആ ഓരോ എത്തിക്കൽ ത്രെഡും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാ. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി സർ ഡൗട്ട് സർ, ഈ എൻഗേജ്മെന്റ് ക്വാളിറ്റി റിവ്യൂ പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളാണ്? അല്ല, സെയിം ഓഡിറ്റ് ഫേമിന്റെ അകത്ത് തന്നെ ഉള്ള ആളായിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ പീർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട്? പീർ റിവ്യൂ, ഹോട്ട് റിവ്യൂ, കോൾഡ് റിവ്യൂ ഒക്കെ പഠിച്ചില്ലേ? പീർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിത്തിൻ ദ ഓഡിറ്റ് ഫേം ഉള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ തന്നെയായിരിക്കും പീർ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. അതായത് ഞാൻ ഓഡിറ്റ് ടീം എ ആണ്, എന്റെ അണ്ടറിൽ ഒരു ടീം മെമ്പേഴ്സ് ഉണ്ട്. ഓഡിറ്റ് ടീം ബി ഉണ്ട്, അവരുടെ അണ്ടറിലും ഒരു ടീം മെമ്പേഴ്സ് ഉണ്ട്. സോ ഈ ടീമിന്റെ എൻഗേജ്മെന്റ് പാർട്ണറായ ഞാനായിരിക്കും ആ ടീമിന്റെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. ആ ടീമിന്റെ എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ടുള്ള ആളായിരിക്കും നമ്മുടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. മനസ്സിലായോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് റിവ്യൂ ചെയ്യുന്നത്. അതാണ് പീർ റിവ്യൂ. ഓക്കെ. ആ ഏരിയസ് ഒക്കെ നോക്കിക്കോണേ. പീർ റിവ്യൂ, ഹോട്ട് റിവ്യൂ, കോൾഡ് റിവ്യൂ ഒക്കെ ഓർമ്മയുണ്ടോ? വരുമ്പോഴേ നമുക്ക് 3-4 വട്ടം ഒരേ ത്രെട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ സെൽഫ് ഇൻഡക്ട് ടെസ്റ്റ് ആണ് നമ്മുടെ കൂടെ എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്പിൾ സിനാരിയോയിലല്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ ഡിഫറെന്റ് അല്ലേ? ഇമ്പാക്ട് ഓൺ ഓഡിറ്റും ഡിഫറെന്റ് അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലേ? ഇല്ല, അവിടെ ത്രെട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ത്രെട്ടിന്റെ ഓരോ സിറ്റുവേഷനിലും, അതായത് സെൽഫ് ഇൻട്രസ്റ്റ് റിട്ട് വന്നു, ഓവർഡ്യൂ ഫീസിന്റെ കേസിൽ എന്തിനാണോ സെൽഫ് ഇൻട്രസ്റ്റ് വന്ന് ആ ഒരു സിറ്റുവേഷനിലല്ല നമുക്ക് പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ഫീസിന്റെ കേസ് വന്നത്. ആ കേസിലെ അല്ല നമ്മുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കേസ് വരുന്നത്. അവിടെ എല്ലായിടത്തും എക്സ്പ്ലനേഷൻ ഡിഫറെന്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ, അത് സേഫ് ഗാർഡും ഡിഫറെന്റ് ആണ്. സോ ദർ ഈസ് നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? So next, okay, it's about the corporate governance. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ പ്രോപ്പർലി പഠിച്ചതായിരുന്നു. എന്തായിരുന്നു മക്കളെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ കോർപ്പറേറ്റ് ഗവേണൻസ്? കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് an organization is directed and controlled in the interest of the shareholders and stakeholders. പഠിച്ചല്ലായിരുന്നു നമ്മള്? കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. നമ്മുടെ കമ്പനിക്കകത്തുള്ള ഓരോ ആളുകളും, അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് എങ്ങനെയാണ് കമ്പനീനെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. എങ്ങനെയായിരിക്കണം ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് വരേണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ ബോർഡ് കമ്മിറ്റീസിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു 4 കമ്മിറ്റീസ് ആണ് എല്ലാ കമ്പനിയിലും വേണ്ടത്. ഏതൊക്കെയാണ് മക്കളെ? 4 മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ട കമ്മിറ്റീസ് ഏതൊക്കെയാണ് കമ്മിറ്റീസ്? നോമിനേഷൻ കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, റിസ്ക് കമ്മിറ്റി. ഔട്ട് ഓഫ് വിച്ച് ഓഡിറ്റ് കമ്മിറ്റിയിലും അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റിയിലും എന്താവണം എന്ന് പറഞ്ഞു? 100% നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആവണം. ദെൻ റിസ്ക് കമ്മിറ്റിയിലും അതുപോലെ തന്നെ നോമിനേഷൻ കമ്മിറ്റിയിലോ മജോറിറ്റി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആവണം എന്നായിരുന്നു പറഞ്ഞത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇറ്റ് വാസ് അബൌട്ട് ദ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് പ്രകാരം ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. നമ്മളവിടെ പറഞ്ഞെന്തായിരുന്നു? എല്ലാ കമ്പനിയും ഹെഡ് ചെയ്യേണ്ടത് ഒരു ഇഫക്റ്റീവ് ബോർഡ് ആവണം. അവര് കമ്പനിയുടെ ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യുന്നത്, ഷോർട്ട് ടേം സക്സസ് നോക്കിയിട്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് വേണം. ആരാണോ കമ്പനി ഹെഡ് ചെയ്യുന്നത് അവര് തന്നെ ബോർഡ് റൺ ചെയ്യാൻ പാടില്ല. ആരായിരുന്നു കമ്പനി ഹെഡ് ചെയ്യുന്നത്?
CEO. ആൻഡ് ആരായിരുന്നു ബോർഡ് റൺ ചെയ്യുന്നത്? ചെയർമാൻ. chairman, അവിടെ നമ്മൾ പറഞ്ഞു ചെയർമാനും സിഇഒയും എന്താവണം? സെപ്പറേറ്റ് പേഴ്സൺസ് ആയിരിക്കണം. സെയിം പേഴ്സൺ ഒരിക്കലും ചെയർമാനും സിഇഒ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ചെയർമാൻ ഏതെങ്കിലും ബോർഡ് കമ്മിറ്റീസിൽ കയറാൻ പാടുവോ? ഇല്ല, പാടില്ല. ചെയർമാൻ ബോർഡ് കമ്മിറ്റീസിൽ ഉണ്ടാവാനും പാടില്ല. ഇനി നമ്മൾ പറഞ്ഞു ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ബോർഡിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളത്. ബോർഡ് ഇഫക്റ്റീവ് ആണ് എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതും ചെയർമാന്റെ ഡ്യൂട്ടിയാണ്. ഒരു യൂണിറ്ററി ബോർഡ് ആണെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനി എടുക്കുന്ന ഓരോ പോളിസീസിനെയും ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ബോർഡും അതിനുള്ള കമ്മിറ്റിക്കും പ്രോപ്പർ സ്കിൽ ഉണ്ടാവണം. അതായത് എല്ലാ ഡയറക്ടേഴ്സിനും സ്കിൽ ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, നോളജ് ഉണ്ടാവണം. എബോ ദാറ്റ് നമ്മൾ പറഞ്ഞു ബോർഡ് ബാലൻസ്ഡ് ആയിരിക്കണം. ബോർഡ് ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ബാലൻസ്ഡ് എന്ന് ഈക്വൽ നമ്പർ ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അല്ലെ? എക്സ്ക്ലൂഡിംഗ് ചെയർമാൻ നമ്മൾ പറഞ്ഞു NEDസും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഓരോ ഡയറക്ടേഴ്സിനെയും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആയിട്ടും റിഗറസ് ആയിട്ടും ട്രാൻസ്പെറന്റ് പ്രൊസീജിയറും വഴി മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ഒരാളെ പിടിച്ച് ഡയറക്ടർ ആക്കാൻ പാടില്ല. ഓരോ ഡയറക്ടറും പ്രോപ്പർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവണം കമ്പനിക്ക് വേണ്ടിയിട്ട്. ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രൊഡക്ഷൻ ട്രെയിനിങ് ഓർ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം. അവരുടെ നോളജും സ്കില്ലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ട്രെയിനിങ് കൊടുക്കണം. ദെൻ ബോർഡിന്റെ ഓരോ ഡ്യൂട്ടീസും പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ അവർക്ക് ടൈംലി ബേസിസിൽ പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കണം. ഫോർമൽ ആൻഡ് റിഗറസ് പ്രൊസീജിയേഴ്സ് വഴി വേണം നമ്മുടെ ബോർഡിനെ അതിലുള്ള മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ. റീ എലക്ഷൻ റെഗുലർ ഇന്റർവെല്ലിൽ നടത്തണം എന്ന് പറഞ്ഞു. എത്ര നാൾ കൂടുമ്പോഴായിരുന്നു റീ എലക്ഷൻ നടത്തേണ്ടത്? മാക്സിമം സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് 2 years ആണ്. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് 2 years എല്ലാ 3 years കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? റീ എലക്ഷൻ നടത്തണം. ഇനി നമ്മൾ പറഞ്ഞു ബോർഡ് ബാലൻസ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം കമ്പനീനെ പറ്റിയിട്ട്. ബോർഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് റിസ്ക് മാനേജ്മെന്റ് നടത്തുക എന്നുള്ളതും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. ഫോർമൽ ആൻഡ് ട്രാൻസ്പെറന്റ് അറേഞ്ച്മെന്റ് നടത്തുന്നുണ്ടാവണം അവർ. അതുവഴി റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് പ്രൊസീജിയേഴ്സ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യണം. റെമ്യൂണറേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ലോങ് ടേം സക്സസ് ഓഫ് ദി കമ്പനി ആയിട്ട് ബേസ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെന്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആൻഡ് സ്ട്രെച്ചിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം റിഗറസ്ലി കൊടുത്തിട്ടുണ്ടാവണം. ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മാത്രമായിരിക്കണം റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ് ഒരു ഡയറക്ടർ പോലും അവരുടെ തന്നെ സാലറി ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ദെൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മാത്രമേ റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവാനും പാടുള്ളൂ. ദെൻ നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ആണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് സാറ്റിസ്ഫാക്ടറി കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത്. ഹോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവണം? ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവണം. ഫൈനലി നമ്മൾ പറഞ്ഞു ബോർഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തി അവിടെ വെച്ച് ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. അവരുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ എൻകറേജ് ചെയ്യുകയും ചെയ്യണം. ഇനി UK കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് പ്രകാരം ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ച് നമ്മൾ മെയിൻലി പഠിച്ചത് എന്തായിരുന്നു? മിനിമം 3 പേര് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവണം. 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവണം. ഒരു സ്മോൾ കമ്പനി ആണെന്നുണ്ടെങ്കിലോ മിനിമം 2 പേര് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവണം. ഇനി ആ 3 അല്ലെ 2 എന്ന് പറയുന്ന അവരെല്ലാവരും എന്തായിരിക്കണം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ ബോർഡിന്റെ അകത്തുള്ള 3 പേരില് 2 പേര് എന്താവണം? ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അവർക്ക് ബേസിക് ഫിനാൻഷ്യൽ നോളജ് ഉണ്ടാവണം. ഒരാള് ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഒരാൾ ഫിനാൻഷ്യൽ എക്സ്പെർട്ട്, അതായത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തായാലും ഒരാളാകണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇന്റഗ്രിറ്റി മോണിറ്റർ ചെയ്യുക, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് നോക്കുക, ഇന്റേണൽ കൺട്രോൾ ഫംഗ്ഷൻ ഇഫക്റ്റീവ് ആണോ നോക്കുക, ബോർഡിന് റെക്കമെൻഡേഷൻ കൊടുക്കണം, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡന്റ് ആണോ അവരുടെ ഒബ്ജക്ടിവിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അവർ നോൺ ഓഡിറ്റ് സർവീസസ് കൊടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോളിസീസ് ഉണ്ടാക്കണം. ബോർഡ് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും നോക്കണം. പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പൊ ഇതായിരുന്നു നമ്മൾ പഠിച്ച് കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് ഗവർണൻസ് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യണം എന്ന് പറയുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം ഒരു കാര്യം ചെയ്തേ. നമ്മൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് പഠിച്ചതിന്റെ ബേസിസ് തന്നെ വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ പാസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് ഓർ ജൂൺ 2016 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തെ
They have asked us for 5 corporate governance weakness and recommendations to address each of this weakness. അപ്പം കോർപ്പറേറ്റ് ഗവർണൻസിന്റെ വീക്ക്നെസ്സും റെക്കമെൻഡേഷനും ആണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കേസിലാണെങ്കിലും വീക്ക്നെസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ആ വീക്ക്നെസ് എന്താന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കാരണം എന്തെങ്കിലും ഇമ്പാക്ട് വരുന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ളതും പറയും. ഇനി അതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, അതെന്താണോ അത് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ കൺട്രോൾ ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും എഴുതുന്ന പോലെ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ ഇപ്പൊ പഠിച്ചതായിരുന്നു കോർപ്പറേറ്റ് ഗവർണൻസിന് അത് വേണ്ട കാര്യങ്ങൾ. അത് ഏതെങ്കിലും പ്രോപ്പർലി ഇല്ല എന്ന സിനാരിയോയിൽ കാണുകയാണെങ്കിൽ അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം കമ്പനി വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതും പറയാം. സോ എവ്രി വൺ പ്ലീസ് ഡു സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും.
വായിച്ചു കഴിഞ്ഞാൽ ആരും വായിച്ചു കഴിഞ്ഞാണോ മക്കളെ? Yes. Okay. Yes, sir. So നോക്കി എല്ലാരും. You are the manager of S&P company and have been assigned to the audit of T-Tech company, a company which is planning to list on stock exchange within 6 months. The listing rules of the stock exchange require compliance with corporate governance principles, and the directors are unsure whether they are following the best practice in relation to this. They have asked the audit engagement partner for their view on this matter. സോ നമുക്ക് അവരുടെ ഇൻട്രൊഡക്ഷൻ തന്നു, അതായത് അവര് ലിസ്റ്റഡ് ആവാൻ പോവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കോർപ്പറേറ്റ് ഗവർണൻസ് അവരുടെ കറക്റ്റ് ആണെന്ന് അറിയണം. ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് വേണ്ടത്രയും പ്രോപ്പർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ആണോ അവരുടെ എന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. T board is comprised of 6 executive directors, a non-executive chairman, and 3 other non-executive directors. Chairman and one of the NED are former executive directors of T. Around reaching retirement age, they were asked to take on non-executive roles. Company has established an audit committee, and all NEDs are members, including the chairman who chairs the committee. All 4 members of the audit committee were previously involved in sales and production related roles. പറയും എന്തൊക്കെ പ്രോബ്ലം ഉള്ളത്? ഓഡിറ്റ് കമ്മിറ്റിയിൽ Board ഫിനാൻഷ്യൽ balance ഇല്ല. റിട്രേറ്റ് ഉള്ള ആൾക്കാരില്ല. ഓഡിറ്റ് കമ്മിറ്റിയില് ഫിനാൻഷ്യൽ റിട്രേറ്റ് ഉള്ള ആൾക്കാരില്ല. ഓക്കെ, ഓഡിറ്റ് കമ്മിറ്റിയിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളില്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഓൾ 4 members ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ റിലേറ്റഡ് റോൾസിലുള്ള ആളുകളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ആദ്യമേ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യുക. All 4 members of the audit committee were previously involved in sales and production related roles. However, the actual audit committee should be composed of minimum 3 non-executive directors, whereby at least one should be a financial expert and others 2 should be financially literate. And if they are not having financial background, they won't be able to review the audit related matters. And അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഇവിടെ എല്ലാ സിറ്റുവേഷനിലും ഓൾമോസ്റ്റ് റെക്കമെൻഡേഷൻ സെയിം ആണ്. എന്തായിരിക്കും? കളയുക, പുതിയ എടുക്കുക. നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക ഇവിടെ? The whole audit committee should be dispersed and എന്താ ചെയ്യേണ്ടതെന്ന് പറയണം? New non-executive directors should be appointed to the role who are having financial background. ഇനി വേറെന്താ ഇഷ്യൂ? ബോർഡ് ബാലൻസ് ഇല്ല. ബോർഡ് ബാലൻസ്ഡ് അല്ല. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 6 എക്സിക്യൂട്ടീവ്സും ഒരു 3 non-executives മാത്രമേ ഉള്ളൂ. So the board of directors are not balanced. There are no equal number of executives and non-executive directors. അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും? എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് There can be chances that the executive directors might dominate the non-executive directors, and non-executive directorsന് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ബോർഡ് ബാലൻസ് ആണ്. നമ്മൾ എന്താ പറയാ? The board of directors should be balanced. Therefore, the T-Tech company should consider appointing additional non-executive directors to the board. Clear ആയോ? Yes, sir. പിന്നെ വേറെന്താ പ്രോബ്ലം? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫോമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നമ്മുടെ ചെയർമാനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഇതിനു മുന്നേ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരുന്നു. സോ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നേരത്തെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, when it comes to the non-executive directors itself, which means that all the directors should be independent from the entity. Since they were already being the company's former executive directors, they won't be able to carry out independence, due to which they will not be able to operate objectively. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കണം? അവരെ റിമൂവ് ചെയ്യാം. That's it. നിങ്ങൾ എന്താ പറയാ? All the non-executive directors should be independent. Therefore, T-Tech company should remove all the all the non-independent directors from the company's board, and instead of which new independent non-executive directors should be appointed to their post. Clear ആയോ? Yes, sir. Okay. പിന്നെ വേറെന്താ ഇഷ്യൂ? സർ, ചെയർമാനെ റിമൂവ് ചെയ്യണം. അപ്പോ ചെയർമാനെ റിമൂവ് ചെയ്യണം. പിന്നെ വേറെന്താ പ്രോബ്ലം? സെയിം പാരഗ്രാഫ്. ചെയർമാൻ എവിടെ കയറിയിരിപ്പുണ്ട്? ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇരിപ്പുണ്ട്. നമ്മൾ അതും കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു.
ഒരു കമ്മിറ്റിയിലും കയറിയിട്ട് ആരിരിക്കാൻ പാടില്ല? ചെയർമാൻ ഇരിക്കാൻ പാടില്ല ബോർഡ് കമ്മിറ്റീസിലൊന്നും. അപ്പം ചെയർമാൻ ഈസ് ഹെഡിങ് ദ ഓഡിറ്റ് കമ്മിറ്റി. അവിടെ നിങ്ങൾ എന്ത് പറയാ? ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കമ്മിറ്റീസും മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ചെയർമാൻ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഓഡിറ്റ് കമ്മിറ്റിക്ക് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാനും പറ്റില്ല. അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? സിമ്പിൾ. എന്താ? ചെയർമാനെ ഓഡിറ്റ് കമ്മിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ അതിലേക്ക് അപ്പോയിന്റ് ചെയ്യണം. ക്ലിയർ ആയോ? Yes, sir. Yeah. All of the directors have been members of the board for at least 4 years. As the chairman does not have an executive role, he has sole responsibility for liaising with the shareholders and answering any of their questions. The company has not established an internal audit function to monitor internal controls. എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? 4 years. ചെയർമാൻ 4 years, സോറി, എല്ലാ ഡയറക്ടേഴ്സും എത്ര നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? 4 years ആയിട്ട്, അറ്റ്ലീസ്റ്റ് 4 years ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ പറഞ്ഞതായിരുന്നു there should be formal re-election happening in the entity on regular basis. അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? What will be the cause there? The company will not be having appropriate balance of, നിങ്ങൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെ പറഞ്ഞാൽ മതി. The company will not be having appropriate balance of directors with sufficient skills, knowledge and experience. Therefore അവിടെ എന്തുണ്ടാവില്ല? ഡ്യൂട്ടീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? There should be formal and rigorous re-election happening in every 3 years, and any directors who have not been reappointed in the past 4 years should be appointed in the coming election. Clear ആയോ? Yes, sir. Yeah. പിന്നെ വേറെന്താ മക്കളെ പ്രോബ്ലം? Sole responsibility chairman ആണെന്ന്. ചെയർമാൻ ആണ് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ അത് ഡയറക്ട്ലി പഠിച്ചതേ ഉള്ളൂ. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ള നമ്മുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? The board as a whole has a responsibility. So ചെയർമാൻ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? സാറ്റിസ്ഫാക്ടറി കമ്മ്യൂണിക്കേഷൻ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടാവോ? ഉണ്ടാവില്ല. ഷെയർ ഹോൾഡേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ശരിയല്ലേ? ഓക്കെ. ആൻഡ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഈ സെയിം കാര്യം തന്നെ പറഞ്ഞാൽ മതി. എന്ത് പറയാ? The board as a whole should have the responsibility for ensuring that satisfactory dialogue with the shareholders take place, and the chairman should not assume the sole responsibility. Clear ayo? Okay. Pinne, any other issues, guys? Any other issues? No. Internal controls monitor ചെയ്യാൻ. Yeah, കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി അവിടെ എന്തില്ല? ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഇല്ല. സോ അവിടെയും നമ്മൾ പഠിച്ചതായിരുന്നു. അവിടെയും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമായിരുന്നു. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവണം? അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്റേണൽ കൺട്രോൾ പ്രിൻസിപ്പിൾസും റിസ്ക് മാനേജ്മെന്റും കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്യാന്നുള്ളത്. റിസ്ക് മാനേജ്മെന്റും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ആരുടെയാണ്? ബോർഡിന്റെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാ? ഇൻ കേസ് ഇഫ് ദി കമ്പനി ഹാവ് നോട്ട് മെയ്ഡ് ആൻ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, there can be chances that internal control deficiencies might arise in the entity due to which fraudulent transactions ഉണ്ടാവും. അതേപോലെ തന്നെ അത് കൺട്രോൾ വീക്ക്നെസ്സുകൾ ഉണ്ടാവും. And അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? നമ്മൾ പറയാ the board should take the responsibility of maintaining an internal audit function. They should consider the cost versus benefit of the internal controls and should implement an internal audit control if the benefit of the controls are higher than that of the cost incurred for maintaining the service. Clear ayo? Yes, sir. Okay. അപ്പൊ ഇത്രയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ആൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നോർമലി റീസെന്റ് ഉള്ള എക്സാംസിനൊന്നും കോർപ്പറേറ്റ് ഗവർണൻസ് ഇത്രത്തോളം ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും നോർമലി 2 മാർക്കിനൊക്കെ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഏതെങ്കിലും 2 2 മാർക്കിന് റെക്കമെൻഡേഷൻ എഴുതാൻ പറഞ്ഞിട്ടാണ് ചോദിക്കുക. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലി കോർപ്പറേറ്റ് ഗവർണൻസ് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ റിലേറ്റിംഗ് ടു ദ ഡയറക്ടേഴ്സ് ഇറ്റ് സെൽഫ്. അപ്പം മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റെക്കമെൻഡേഷൻ എന്ത് തന്നെയായിരിക്കും? അവിടെ അവർ പ്രോപ്പർലി അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ പറയുന്നതായിരിക്കും നമ്മുടെ നോർമലി കൊടുക്കുന്നുണ്ടാവുക റെസ്പോൺസ് പറയാ. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് when it comes to the area of
റിപ്പോർട്ടിങ്ങിന്റെ ഏരിയ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. സോ ബേസിക്കലി നമ്മൾ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യമായിരുന്നു, നമ്മൾ വെനെവർ വി ഡു റിപ്പോർട്ടിംഗ് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ട 2 ഫാക്ടേഴ്സ് ആയിരുന്നു. എന്തൊക്കെയാണ് മക്കളെ? മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവണം? ഓരോ കാര്യങ്ങളും പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവണം. ശരിയല്ലേ? യാ. അപ്പോൾ റിപ്പോർട്ടിങ്ങിന്റെ അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, മെറ്റീരിയാലിറ്റിയും പെർവേസീവ്നെസ്സും. സോ നമ്മൾ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ആണോ ഒരു ഐറ്റം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഞ്ച് മാർക്ക് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ SOFP ബേസിസിലുള്ള ബെഞ്ച് മാർക്ക് നമ്മൾ നോക്കാറുണ്ടായിരുന്നു. സെയിം as that SOPL ബേസിസിലുള്ള ബെഞ്ച് മാർക്കും നമ്മൾ നോക്കാറുണ്ടായിരുന്നു. SOFP ബേസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ള ബെഞ്ച് മാർക്സ് എന്തൊക്കെയായിരുന്നു? SOFP ബേസിസിൽ വേഗം പറഞ്ഞേ. SOFP ടോട്ടൽ അസറ്റ്, നെറ്റ് അസറ്റ്സ് അല്ലേ? ടോട്ടൽ അസറ്റിന് എത്ര പെർസെന്റേജ് ആയിരുന്നു നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? 1%. നെറ്റ് അസറ്റ്സിന്റെയോ 2%. SOPL ഏതൊക്കെ എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറ്? SOPL Profit before. റവന്യൂ, പിന്നെ ഗ്രോസ് പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് എടുക്കാറ്? 5%. 0.5 അല്ല, 5%. റവന്യൂന്റെ ആണ് എത്ര? 0.5. ഗ്രോസ് പ്രോഫിറ്റിന്റെയും 0.5. ഇനി ഇതിന് പുറമെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കണം അവിടെ എന്തെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു? ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, കീ മാനേജ്മെന്റ് പേഴ്സൺസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ പേരന്റ് കമ്പനി ആയിട്ടുള്ളത്, സബ്സിഡറി കമ്പനി ആയിട്ടുള്ളത്, അസോസിയേറ്റ്, ജോയിന്റ് വെഞ്ചർ, ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എപ്പോഴും എന്തായിരിക്കും? വി നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യമേ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ എന്ത് നോക്കുക? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഇനി മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്ത് ഒരു എമൗണ്ട് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ആ മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്ന് നോക്കണം. പെർവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു മിസ്റ്റേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്ത് ഇമ്പാക്ട് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമിനെയാണ് പെർവേസീവ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അത് നമ്മൾ പറഞ്ഞു 3 കാര്യത്തിന്റെ ബേസിസിലാണ് ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്ന് നോക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? ഒരു സിംഗിൾ എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണോ അഫക്റ്റഡ് ആയിരിക്കുന്നത് നോക്കുക. ഇനി ഒരു സിംഗിൾ എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല അഫക്റ്റഡ് ആയിരിക്കുന്നത്, മൾട്ടിപ്പിൾ എലമെന്റ്സ് അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും. 2, നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ എലമെന്റ് മാത്രമാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത്, അതായത് P&L മാത്രമേ അഫക്റ്റഡ് ആയിട്ടുള്ളൂ, P&Lനകത്ത് പ്രോഫിറ്റ് മാത്രമേ അഫക്റ്റഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻകം മാത്രമേ അഫക്റ്റഡ് ആയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അഫക്റ്റഡ് ആണ്, മേജർ പോർഷൻ അഫക്റ്റഡ് ആണെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും. 3 നമ്മൾ പറഞ്ഞു ഒരു യൂസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡിസ്ക്ലോഷർ ആണോ യൂസ് ചെയ്യുന്നത്, ആ ഡിസ്ക്ലോഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണ്, സേ ഫോർ എക്സാമ്പിൾ ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ്, അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ അതായത് നമ്മൾ പറഞ്ഞ് ഒരു സ്പെസിഫിക് എലമെന്റിനെ മാത്രം അഫക്ട് ചെയ്യുന്നതല്ല, മൾട്ടിപ്പിൾ എലമെന്റിനെ അഫക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് എലമെന്റിനെ ആണ് അഫക്ട് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അല്ലെ മേജർ പോർഷൻ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിന്റെ ഫണ്ടമെന്റൽ ഡിസ്ക്ലോഷേഴ്സിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ ഈ 3 കാര്യത്തിന്റെ ബേസിസിലാണ് പെർവേസീവ്നെസ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പഠിച്ചിരുന്നു എക്സാമിന്റെ സമയത്ത് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുക? ഓൾറെഡി കമ്പനി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് നോക്കുക. കമ്പനി കറന്റ് 5,000 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ആൻഡ് കമ്പനിയുടെ ഈ പ്രോഫിറ്റിന്റെ അകത്ത് നമ്മൾ കമ്പനിയുടെ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കുക. കമ്പനി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു 5,500. ആ 5,500 എക്സ്പെൻസ് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ആ മിസ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പം ശരിക്കും ഈ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാനേ? കമ്പനി 500 ലോസിലേക്ക് പോയേനെ. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് നിന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ കമ്പനി ഓൾറെഡി ലോസിലായിരുന്നു, കമ്പനി ഒരു 6,500 ലോസിലായിരുന്നു കമ്പനി. However,
ഈ കമ്പനിയിൽ ഒരു മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കമ്പനി ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇൻകത്തിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7,500 ആണ്. അപ്പൊ ആ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിച്ചാനെ? കമ്പനി പ്രോഫിറ്റിലായനെ ഒരു 1,000 rupees. അങ്ങനെയാണെങ്കിലും ഈ മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണ്. എന്ന് വെച്ചാൽ ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഓൾറെഡി ലോസിൽ നിന്നൊരു കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക? വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എ പെർവേസീവ് മിസ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയോ? Yes, sir. നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ മെയിൻലി പഠിച്ചൊരു കാര്യം ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ആയിരുന്നു. ഏതൊക്കെയാണ് മക്കളെ നമ്മൾ മെയിൻലി പഠിച്ച 2 ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ? Modified and modified. മോഡിഫൈഡ് ഒപ്പീനിയൻ ആൻഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലേ? മോഡിഫൈഡും അൺമോഡിഫൈഡ് ഒപ്പീനിയനും പഠിച്ചു. ദെൻ മോഡിഫൈഡിന്റെ അകത്ത് തന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മോഡിഫൈഡിന്റെ അകത്ത് തന്നെ Qualified. ക്വാളിഫൈഡ്, പിന്നെ Yes. അഡ്വേഴ്സ്, പിന്നെ Disclaimer of opinion. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ആൻഡ് അൺമോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് Unqualified. ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ പഠിച്ചത്. ഇനി അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ബട്ട് ഇറ്റ് ഈസ് സബ്ജക്ട് ടു സം റിസർവേഷൻ, അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ ബട്ട് എക്സെപ്റ്റീവ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാലോ നോട്ട് ട്രൂ ആൻഡ് ഫെയർ. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി ആർ അനേബിൾ ടു എക്സ്പ്രസ് അവർ ഒപ്പീനിയൻ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഇനി ഞാൻ ഈ ഗ്രീൻ കളറിൽ എഴുതുന്നതാണ് മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സപ്പോസ് കൺസിഡർ ദാറ്റ് ദർ ഈസ് എ മിസ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആ മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് മെറ്റീരിയലും അല്ല പെർവേസീവും അല്ല. ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ, നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? Unqualified. അൺക്വാളിഫൈഡ്. മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലും പെർവേസീവും ആണെങ്കിലോ Adverse. അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. മിസ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്, അങ്ങനെയാണെങ്കിലോ Qualified. ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക. ദെൻ മിസ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞേ. മിസ്റ്റേറ്റ്മെന്റ് നോട്ട് മെറ്റീരിയൽ, നോട്ട് പെർവേസീവ്, അൺക്വാളിഫൈഡ്. വിച്ച് ഇസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, അഡ്വേഴ്സ്. മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്, ക്വാളിഫൈഡ്. ഇനി ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്. ഒരു 10,000 എന്ന് പറയുന്ന മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയില്ല. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും? അൺക്വാളിഫൈഡ്. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. എന്തായിരിക്കും? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. എന്തായിരിക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, എല്ലാവർക്കും? സോ അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ പഠിച്ചിരുന്നത്. അത് ഇതിന്റെ ബേസിസിലായിരുന്നു നമ്മൾ പറഞ്ഞ് എന്ത് ഒപ്പീനിയൻ ഏത് സിറ്റുവേഷനിൽ കൊടുക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. സോ വി വിൽ ക്വിക്ലി ഡു എ ക്വസ്റ്റ്യൻ ഓൺ ദി സെയിം. വെൽ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാഷിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ആൻഡ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഡാഷിംഗ്, നമ്മൾ വേറെ ഫർദർ പല ക്വസ്റ്റ്യൻസും കിറ്റിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു 1-2 ക്വസ്റ്റ്യൻസ് പെൻഡിങ് വെക്കാൻ ആഫ്റ്റർ ദ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പൊ നമുക്ക് ക്വിക്ലി ഡാഷിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു നമ്മൾ അവിടെ എഴുതേണ്ടതെന്നുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവരും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഡാഷിന്റെ ഈ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. നമ്മളോട് ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി, ഞാൻ ഒപ്പം വായിച്ചു തരാം. It is 1st July, Dashing Company manufactures women's clothing and its year end was 30th April 2015. You are an audit supervisor of John T and Company, and the year end audit for the Dashing Company is due to commence shortly. The draft financial statements recognize profit before tax of 2.6 million and total asset of 18 million. You have been given the responsibility for auditing receivables, which is a material balance. And as part of the audit approach, positive receivable circulation is to be undertaken. At the planning meeting, finance director of Dashing Company informed the audit engagement partner that company was closing one of the small production sites, and as a result, number of employees would be made redundant. Redundancy provision of 1,10,000 is included in the draft financial statements. നമ്മൾ പറഞ്ഞു ഡാഷിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി അവരുടെ ഓഡിറ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളോട് റിസീവബിൾസിന്റെ ഏരിയയാണ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു അവര് പ്ലാനിങ് മീറ്റിംഗിന്റെ സമയത്ത് ഫിനാൻസ് ഡയറക്ടർ അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അത് കാരണം കൊണ്ട് കുറെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവും. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്ന പ്രൊവിഷന്റെ എമൗണ്ട് എത്രയാന്ന് പറഞ്ഞു?
1,10,000 ആണ് റിഡൻഡൻസി പ്രൊവിഷന്റെ എമൗണ്ട് എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു റിക്വയർമെന്റ് തന്നേക്കാണ്. നോക്കിയ റിക്വയർമെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? Few months have now passed. The audit team is performing audit field work, including the audit procedures, which you recommend over the redundancy provision. The team has calculated that necessary provision should amount to 3,05,000. Finance director is not willing to adjust the draft financial statements. നമ്മൾ പറഞ്ഞു ഫ്യൂ മന്ത്സ് കഴിഞ്ഞു, ഓഡിറ്റ് ടീം ഓഡിറ്റ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് റിഡൻഡൻസി പ്രൊവിഷൻ ചെക്ക് ചെയ്തു. അപ്പൊ അതിന്റെ ബേസിസിൽ നോക്കുമ്പോൾ 1,10,000 അല്ല പ്രൊവിഷൻ വേണ്ടത്. അവർക്ക് എത്ര വേണ്ടതെന്ന് പറഞ്ഞു? 3,05,000 ആണ് പ്രൊവിഷൻ ആയിട്ട് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഫിനാൻസ് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് അയാൾ ഇത് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ ഇഷ്യൂ എന്താണ്, ഇത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ വരേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എത്രയാണ് ആക്ച്വലി പ്രൊവിഷൻ ആയിട്ട് വേണ്ടതെന്ന് നോക്കുക. അതായത് മിസ്സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ മിസ്സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശരിക്കും പ്രൊവിഷൻ ആയിട്ട് എത്രയാണ് വെക്കേണ്ടത്? 3,05,000 ആണ് പ്രൊവിഷൻ ആയിട്ട് വെക്കുന്നത്. കമ്പനി എത്രയാ വെച്ചേക്കുന്നത്? കറന്റ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എത്രയാ? 1,10,000 ആണ്. അപ്പം 1,10,000 ആണ് അവർ വെച്ചേക്കുന്നത്. ശരിക്കും വേണ്ടത് 3,05,000. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാ? 1,95,000 ആണ് അവിടുത്തെ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മിസ്സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കണം, പെർവേസീവ് ആണോ നോക്കണം, അതിന്റെ ബേസിസിൽ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളതും കണ്ടുപിടിക്കണം. ശരിയല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 2.6 million ആണ് പ്രോഫിറ്റ്. ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട് 18 million ആണ് ടോട്ടൽ അസറ്റ്. അപ്പൊ നമ്മൾ എത്ര പെർസെന്റേജ് ആണ് ഇതെന്ന് നോക്കണം, മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? പ്രോഫിറ്റിന്റെ ബേസിസിലും ടോട്ടൽ അസറ്റിന്റെ ബേസിസിലും രണ്ട് ഫിഗറിന്റെയും ബേസിസിൽ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെങ്കിലും ബേസിസിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2.6 million ആണ്. നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റ് എത്രയായിരുന്നു? 195,000 ആയിരുന്നു. അപ്പൊ ഇറ്റ്സ് 0.195 million. ടോട്ടൽ അസറ്റ് എത്രയാ? 18 million ആണ്. അതിന്റെയും 0.195 into 100 ചെയ്യുക. എത്ര പെർസെന്റേജ് ആ പ്രോഫിറ്റിന്റെ വരുന്നത്? 7.5% ഓഫ് പ്രോഫിറ്റ്. ടോട്ടൽ അസറ്റിന്റെയോ? 1.08% ഓഫ് ടോട്ടൽ അസറ്റ്. മെറ്റീരിയൽ ആണോ? യെസ്. കാരണം എന്താ? കാരണം നമ്മുടെ ബെഞ്ച് മാർക്ക് ഏതായാലും നമ്മൾ പറഞ്ഞ പ്രോഫിറ്റിന്റെ എത്ര മേലെയാണ് മെറ്റീരിയൽ ആവും? 5% മേലെയാണ് മെറ്റീരിയൽ ആവും. നമുക്ക് 7.5 ഉണ്ട്. ടോട്ടൽ അസറ്റിന്റെ 1% മേലെയാണ് മെറ്റീരിയൽ ആവും. 1.08 ഉണ്ട്. Therefore it's മെറ്റീരിയൽ. പെർവേസീവ് ആണോ ഇത്? പെർവേസീവ് ആണോ മക്കളെ? അല്ല. അല്ല. എങ്ങനെ മനസ്സിലായത്? പ്രോഫിറ്റ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി എത്രയുണ്ട്? 26 million ഉണ്ട് പ്രോഫിറ്റ്. നമ്മുടെ ആ മിസ്സ്റ്റേറ്റ്മെന്റ് 26 അല്ല 2.6 million ഉണ്ട്, വിച്ച് മീൻസ് 26 lakhs ഉണ്ട് പ്രോഫിറ്റ്. അതിന്റെ അകത്ത് നിന്ന് 1,95,000 കുറച്ച് കഴിഞ്ഞ കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് പെർവേസീവ് ആണോ? അല്ല. അപ്പൊ ഇതെന്താണ്? മെറ്റീരിയൽ ആണ്, ബട്ട് നോട്ട് പെർവേസീവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? മെറ്റീരിയൽ നോട്ട് പെർവേസീവ്. എന്താണ്? മെറ്റീരിയൽ ക്വാളിഫൈഡ് എക്സെപ്റ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം ആദ്യമേ കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിന്റെ ആൻസർ എഴുതാൻ ഒരു ഫോമാറ്റ് തന്നിരുന്നു. ആദ്യം എന്തായിരുന്നു എഴുതേണ്ടത്? ഫാക്ട്. അതായത് നിങ്ങളോട് പറഞ്ഞേക്കുന്ന ഇഷ്യൂ എന്താണ് ഇവിടെ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം സിനാരിയോയ്ക്കകത്ത് തന്നേക്കുന്ന ഇഷ്യൂ എന്താണോ, ഫാക്ട് എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ശരിക്കും ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം പറയണം. മൂന്നാമതായിട്ട് അവിടെ ഉണ്ടായ മിസ്റ്റേക്ക് എന്താണോ ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം പറയാം. അതായത് വാട്ട് വെന്റ് റോങ്, അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിച്ചത് എന്നുള്ള കാര്യം പറയാം. നാലാമതായിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത്? ആ മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ എന്ന് പറയണം. അഞ്ചാമതായിട്ട് അത് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയണം. ആറാമതായിട്ട് അവിടെ കൊടുക്കേണ്ട ഒപ്പീനിയൻ എന്താന്നുള്ളത് പറയാം. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് പറയണം? ബേസിസ് ഓഫ് ഒപ്പീനിയൻ, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണ്ട, കണ്ടിന്യൂസ് സെന്റൻസ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. പക്ഷെ നിങ്ങളുടെ ആൻസറിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോഴായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ എങ്ങനെയായിരിക്കും പറഞ്ഞു പോവുക. ആദ്യം നിങ്ങൾ പറയണം, ദി കമ്പനി ഈസ് പ്ലാനിങ് ടു മേക്ക് സം ഓഫ് ദി എംപ്ലോയീസ് റിഡൻഡന്റ് ആഫ്റ്റർ ദ ഇയർ എൻഡ്. Therefore, the company should have created a redundancy provision of 3,05,000 for the current year end. However, the actual amount of provision that the company have maintained is 1,10,000. Therefore, there is a misstatement of 1,95,000 in the company's financial statements. എന്നിട്ട് നിങ്ങൾ പറയാം, the amount of misstatement in the company's financial statements is 1.08% of the total asset and 7.5% of the profit. Therefore, it's a material misstatement in the company's financial statements. However, the amount of misstatement cannot be treated as pervasive, as the profit is not restated into losses. Since it's a misstatement which is material but not pervasive, auditors should provide with a qualified opinion stating that they accept if the matters are avoided. Rest of the financial statement shows a true and fair view. Following the opinion paragraph, auditor should also include basis of opinion to provide the reasons for giving qualified opinion. Clear ayo? Is that clear, everyone? Yes, Yes, sir. sir. Okay. അപ്പൊ ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതായത് ഡാഷിംഗ് എന്ന് പറയുന്ന ആൻസർ പറഞ്ഞേക്കുന്നത് നോക്കി നോക്കി. കമ്പനി റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 1,10,000 ഇൻക്ലൂഡ് ചെയ്തു. ഓഡിറ്റ് ഫീൽഡ് വർക്ക് പ്രകാരം ആക്ച്വൽ എമൗണ്ട് 3,05,000 ആണ് വേണ്ടത്. പ്രൊവിഷൻ അണ്ടർസ്റ്റേറ്റഡ് ആണ്, പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റഡ് ആണ്. പ്രൊവിഷൻ 1,10,000 ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, 3,05,000 വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ 1,95,000 മിസ്റ്റേക്ക് ഉണ്ട്. 7.5% ഓഫ് പ്രോഫിറ്റ് ആണ്, 1.1% ഓഫ് ടോട്ടൽ അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് റിഡൻഡൻസി പ്രൊവിഷൻ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഓഡിറ്റ് ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യണം. ഇവിടെ പ്രൊവിഷൻ അണ്ടർസ്റ്റേറ്റഡ് ആണ്, പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റഡ് ആണ്, മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണ്, പക്ഷെ പെർവേസീവ് അല്ല. ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക, എക്സെപ്റ്റ് ഫോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവണം. ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞു. സബ്സിക്വന്റ് ഒപ്പീനിയൻ പാരഗ്രാഫ് നമ്മൾ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുക. അതിനകത്ത് മിസ്റ്റേറ്റ്മെന്റ് എത്രയാണ്, അതുപോലെ തന്നെ റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഇഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യം പറയുന്നതിനായിരിക്കും നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുക. ഇഷ്യൂ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം, മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, ഒപ്പീനിയൻ പറയണം. അത് കാരണം ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്ന ഇമ്പാക്ട് പറയണം. എന്ന് വെച്ചാൽ ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താണെന്നുള്ളതും പറയണം. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനായിരിക്കും മാർക്ക് കിട്ടുക. ഇസ് എ ക്ലിയർ? അപ്പൊ ഫൈനലി ഒന്നുകൂടെ പറഞ്ഞു മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്? ഫാക്ട് പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, സ്റ്റേറ്റ്മെന്റ് പറയണം, മെറ്റീരിയൽ ആണോ എന്ന് പറയാം, പെർവേസീവ് ആണോ എന്ന് പറയാം, ഒപ്പീനിയൻ പറയണം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. ഓക്കെ, ക്ലിയർ? ഫൈൻ. ഇനി വേഗം ഒരു കാര്യം ചെയ്ത് എല്ലാവരും ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് വേഗം വായിച്ചു നോക്കി എല്ലാവരും. ഇൻ 2 minutes ടൈം ഒന്ന് വായിച്ചു നോക്കി ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ നോക്കി എല്ലാവരും നമ്മൾ ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിപ്പോർട്ടിംഗ് പഠിച്ചതായിരുന്നു.
In addition to the one that is stated here, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? ഒരു കമ്പനി എപ്പോഴും കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടത്? ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ എന്ത് ഒപ്പീനിയൻ ആയിരുന്നു മക്കളെ കൊടുക്കേണ്ടത്? Modified. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം. ഗോയിങ് കൺസേൺ അസംഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നുണ്ടെങ്കിലോ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം. ഗോയിങ് കൺസേൺ അസംഷൻ കമ്പനിയുടെ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷേ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്, അത് അവർ ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്താൽ മതി. പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു? MURGC പാരഗ്രാഫും കൂടി കൊടുക്കണം. ഇനി ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ അൺസെർട്ടനിറ്റി ഉണ്ട്, അത് ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തില്ല. അൺസെർട്ടനിറ്റി മാത്രമാണ് ഡിസ്ക്ലോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ്. ഗോയിങ് കൺസേണിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലോ അഡ്വേഴ്സ്. ഇനി മാനേജ്മെന്റ് ഈസ് അൺവില്ലിംഗ് ടു മേക്ക് ദ അസസ്മെന്റ്, മാനേജ്മെന്റ് ഗോയിങ് കൺസേൺ അസംഷൻ നടത്തിയിട്ടില്ല, അങ്ങനെയാണ് ഏതായിരുന്നു കൊടുക്കേണ്ടത്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഗോയിങ് കൺസേൺ അസംഷൻമെന്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ല എന്നുണ്ടെങ്കിലോ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, പഠിച്ചല്ലായിരുന്നു നമ്മള്? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ there's a question called ജാസ്മിൻ. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ജാസ്മിന്റെ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഒന്ന് ക്വിക്ലി വായിച്ചു നോക്കി. മാരകമായ ഒന്നുമില്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് ജാസ്മിൻ കമ്പനി എന്ന് പറഞ്ഞാൽ അവർ മോട്ടോർ വെഹിക്കിൾ കോമ്പണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്നാണ്. ആൻഡ് അവരുടെ ഫൈനൽ ഓഡിറ്റ് ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോവാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഡാഷിംഗ് കമ്പനിയുടെ ഓവർ ഡ്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാൻ നോക്കി. അവരുടെ ബാങ്ക് ആൻഡ് ക്യാഷ് ഫിഗറിന്റെ അകത്ത് ജാസ്മിൻ കമ്പനിയുടെ ഡ്രാഫ്റ്റ് അക്കൗണ്ട്സിൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. 5.1 മില്യന്റെ ഓവർ ഡ്രാഫ്റ്റും ഉണ്ട്. അവിടെ മെയിൻ കറന്റ് അക്കൗണ്ട് ഉണ്ട്, സെവറൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന 5.1 മില്യൺ കറന്റ് ഇയറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും വെച്ച് നോക്കുമ്പോൾ. ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെയിലി അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഈ ഓവർ ഡ്രാഫ്റ്റ് റിന്യൂവലിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് റിന്യൂ ആയി കിട്ടും എന്നാണ് കമ്പനി നമ്മുടെ അടുത്ത് അവകാശപ്പെടുന്നത്. ഹൗഎവർ, ഇനി നിങ്ങൾ ഈ സിനാരിയോ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചേ. അപ്പൊ ഇപ്പോഴത്തെ പിക്ചർ മനസ്സിലായല്ലോ. കമ്പനിക്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ആ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് കമ്പനിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്താണെങ്കിലും റിന്യൂ ചെയ്ത് കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. ഇനി താഴേക്കുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊന്ന് വായിച്ചു നോക്കി. വായിച്ചെല്ലാരും. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? During the final audit, the finance director has informed the audit team that Jasmine Company's bankers will not make a decision on renewal of overdraft facility until after the auditor's report is signed. The audit engagement partner is satisfied that the use of going concern basis is appropriate. The directors have agreed to include some brief going concern disclosure in the draft financial statements. The audit will still have to access to adequacy of the records. Discuss the issue, describe the impact on auditor's report of Jasmine Company if adequate or inadequate going concern disclosure. നമ്മളോട് പറഞ്ഞത് എന്താ? ഫൈനൽ ഓഡിറ്റിന്റെ സമയത്ത് ഫിനാൻസ് ഡയറക്ടർ എന്ത് ചെയ്തു? ഓഡിറ്റ് ടീമിന്റെ അടുത്ത് ഇൻഫോം ചെയ്യാണ് ജാസ്മിൻ കമ്പനിയുടെ ബാങ്കേഴ്സ് ഈ ലെൻഡിങ് ഡിസിഷനെ കുറിച്ചിട്ട് റിന്യൂവൽ ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കഴിയാതെ പറയൂല എന്ന്. ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ നോക്കുന്ന സമയത്ത് പുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. കമ്പനിയുടെ ഗോയിങ് കൺസേൺ ബേസിസ് ഒക്കെ അപ്രോപ്രിയേറ്റ് തന്നെയാണ്. ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ട് ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കുറച്ച്. പക്ഷെ സ്റ്റിൽ നമുക്ക് സംശയമുണ്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. നമ്മളോട് പറയാണ് ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് ഇമ്പാക്ട് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നാഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ആണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിലും. പറയും മക്കളെ, ഇവിടെയുള്ള ശരിക്കുള്ള ഇഷ്യൂ എന്തായിരുന്നു ഇഷ്യൂ ഇവിടെ ഉള്ളത്? എക്സാക്ട്ലി, ഇറ്റ്സ് ആൻ അൺസെർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ശരിയല്ലേ?
ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്തായിരുന്നു, നമ്മുടെ അടുത്ത് പറഞ്ഞു കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഈ പർട്ടിക്കുലർ ഓവർ ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്താണ്. കാരണം അവർക്ക് അത് റിന്യൂ ചെയ്ത് കിട്ടിയാലേ ഡെയിലി ബേസിസിൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ് റിന്യൂ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുള്ളത്. അങ്ങനെയാണ് ലിറ്ററലി പറഞ്ഞാൽ എന്താണ്, അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു കമ്പനീസ് ഗോയിങ് കൺസേൺ ആണ്. ശരിയല്ലേ? ഓക്കെ. ആൻഡ് ഇവിടെ ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണോ കമ്പനിയുടെ? Yes. Yes. കാരണം എന്താ, അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, റിന്യൂ ചെയ്യുന്നു. ശരിയല്ലേ? ഗോയിങ് കൺസേൺ അസംഷൻ റിന്യൂ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലം ഇല്ല. ശരിയല്ലേ? സോ ഗോയിങ് കൺസേൺ അസംഷൻ just a moment. ഓക്കെ, സോറി. സോ അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു മക്കളെ, ഇവിടെ പറഞ്ഞേക്കുന്ന കേസ് ഏതാപ്പോ, ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാ there is an uncertainty relating to the going concern because കമ്പനിക്ക് ആ ഒരു പർട്ടിക്കുലർ ഫെസിലിറ്റി ഇല്ലാതെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ there will be issues in relation to that. However, ഇവിടെ നമ്മൾ പറയേണ്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റ് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ കൊടുത്താൽ എന്ത് ചെയ്യണം, കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന്. If going concern related assumptions are appropriate, if there is a uncertainty relating to the going concern which is adequately disclosed, അങ്ങനെയാണ് നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക, Unmodified. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. പ്ലസ് നമ്മൾ എന്തും കൂടി കൊടുക്കണം എന്ന് പറയാ, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ കൂടി കൊടുക്കണം എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. ആൻഡ് സെക്കൻഡ് കേസ് എന്തായിരിക്കും, ഗോയിങ് കൺസേൺ അസംഷൻ ഈസ് അപ്രോപ്രിയേറ്റ്, പക്ഷേ there is an uncertainty which is adequately not disclosed. അങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക ആ കേസിൽ? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. എന്ന് നമ്മൾ എന്ത് പറയണം, എക്സെപ്റ്റ് ഫോർ ദ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ് ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ റെസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ക്ലിയർ ആയോ? ഓക്കെ. അവിടെ നമ്മൾ എന്തും കൊടുക്കണം എന്ന് പറയാം, ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ്, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫും കൊടുക്കണം. അവിടെ എന്ത് കാരണം കൊണ്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തതെന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയി മക്കളെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും ആൻസർ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ആദ്യം നമ്മൾ ആ മാറ്റർ എന്താന്ന് പറയാം, ഇഷ്യൂ എന്താന്ന് പറയാം. നമ്മൾ പറയാണ് ഔട്ട്കം റിലേറ്റഡ് ടു നെഗോസിയേഷൻ ഓഫ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന ഡേറ്റിന്റെ അന്ന് വരെ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ there is a material uncertainty which may cast significant doubt on the entity's ability to going concern. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഡിസ്ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും. ഡിസ്ക്ലോഷർ ആഡിക്വേറ്റ് ആണെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ സെഷൻ കൊടുക്കണം. ഈ സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മോഡിഫൈഡ് ആവില്ല, മെറ്റീരിയൽ അൺസർട്ടനിറ്റി മാത്രമായിരിക്കും നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ഒപ്പീനിയൻ പാരഗ്രാഫിന് ശേഷം ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കണം. ഡിസ്ക്ലോഷേഴ്സ് ഇനാഡിക്വേറ്റ് ആണെങ്കിലോ നമ്മൾ പറയാണ് ഡിസ്ക്ലോഷേഴ്സ് മാനേജ്മെന്റ് കൊടുത്തേക്കുന്ന ഇനാഡിക്വേറ്റ് ആണെങ്കിൽ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. മാറ്റേഴ്സ് മെറ്റീരിയൽ ആയിരിക്കും ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ആണെന്നുണ്ടെങ്കിൽ. സോ ഫെയിലിയർ ടു ഡിസ്ക്ലോസ് കാരണം കൊണ്ട് അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ അത് പെർവേസീവ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ഒപ്പീനിയന്റെ അകത്ത് എക്സെപ്റ്റ് ഫോർ ദ ഫെയിലിയേഴ്സ് റെസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അത് ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിന് ശേഷം കൊടുക്കണം. അവിടെ എന്തൊക്കെയാണോ മെറ്റീരിയൽ അൺസർട്ടനിറ്റീസ് ഉള്ളത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു ഷോ ഇൻ ദ റിപ്പോർട്ടിംഗ് പാർട്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയായിരിക്കും. ബേസിസ് ഓഫ് ഒപ്പീനിയനിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്യണം നന്നായിട്ട്? ഇല്ല, എല്ലാ കേസിലും നിങ്ങൾ പറഞ്ഞു പോയാൽ മതി. എന്താണ് അവിടെ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ മതി. ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് സബ്സീക്വന്റ് ടു ദ ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുത്തതിന് ശേഷം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ വെച്ചും പറഞ്ഞിരുന്നു, റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ അസറ്റിന് ഫിഗർ തരണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റിന് എമൗണ്ട് തരണം എന്നില്ല.
അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതായത് ടോട്ടൽ അസറ്റ് തരുന്നതിന് പകരം ഇക്വിറ്റിയും ലയബിലിറ്റിയും തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക്കലി ആലോചിച്ച് നോക്കുക, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കമ്പൈൻഡ് ആവുന്നതാണ് ടോട്ടൽ അസറ്റ് എന്ന്. എന്നിട്ട് ആ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കമ്പൈൻഡ് ആയ ടോട്ടൽ അസറ്റിന്റെ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പം അക്കോർഡിംഗ്ലി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഓരോന്നും പ്രോപ്പർലി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, ക്ലിയർ ആയോ? ഫൈൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡബിൾ എയുടെ ഈ ഒരു പർട്ടിക്കുലർ സെഷന്റെ ഭാഗമായിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് whenever you revise the area of double A. ആൻഡ് ഡബിൾ എ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾ ഈ ഡബിൾ എയുടെ ടോപ്പിക്സിനെ ഡിഫറെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ ഉണ്ട്, ദെൻ അഗെയിൻ നമുക്ക് എത്തിക്സിന്റെ ഏരിയ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മെയിൻ ഏരിയാസും ഉണ്ട്. അതിനകത്ത് 4 ആയിട്ട് വേണം നിങ്ങൾ ടോട്ടൽ ടോപ്പിക് ഡിവൈഡ് ചെയ്യാൻ. സബ്സ്റ്റാൻറ്റീവ്സ് 1, ദെൻ നെക്സ്റ്റ് ഇന്റേണൽ കൺട്രോൾസ്, ഓഡിറ്റ് റിസ്ക്. ഇത് 3 മെയിൻ 3 ഏരിയാസ്. ഇതിന് പുറമെ ബാക്കിയുള്ള അതർ തിയറിറ്റിക്കൽ ഏരിയാസ്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, എല്ലാ ദിവസവും you try to practice minimum 1 to 2 questions from the area of internal control, from the area of substantives, and from the area of audit risk. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ സബ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു പോവാ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിന്റെ ഏരിയാസും കവർ ചെയ്ത് പോകാൻ പറ്റും അവിടെ. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസും ഈ സെയിം ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ കവർ ആയി പോകും. ഇതിനൊപ്പം തന്നെ തിയറീസും റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ എല്ലാവർക്കും MCQ ക്വസ്റ്റ്യൻസിന്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് 50 MCQ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ 10 സിനാരിയോസ് ഉണ്ട്. നമുക്ക് മെയിൻലി MCQs 5 ഏരിയാസിൽ നിന്നാണ് വരാറ്. ആ 5 ഏരിയാസിൽ നിന്നും ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഈച്ച് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ MCQസിന്റെ ലിങ്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ MCQന്റെ ലിങ്ക് ആക്ച്വലി എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് പറയുന്നുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ അതിൻ്റെ അത് മെൻഷൻ ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യമേ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഡിസ്കഷൻ വീഡിയോ കാണുക. വീണ്ടും പോസ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് ഡിസ്കഷൻ വീഡിയോ കാണുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പോകുന്നതിന്റെ തന്നെ ഒരു ഇഫക്റ്റീവ്നെസ് കിട്ടുകയും ചെയ്യും. ഒരിക്കലും MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആളുകൾ ഒരുമിച്ച് നിന്ന് ചെയ്യരുത്, ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആളുകൾ ഒരുമിച്ച് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തായിരിക്കും ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നുള്ളത് ക്ലിയർ ആവില്ല. അതുപോലെ തന്നെ നിങ്ങൾ MCQs ചെയ്തതിന് ശേഷം എപ്പോഴും ബാക്ക് ആൻസർ ചെക്ക് ചെയ്യണം. ബാക്ക് ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെന്ന് മാത്രം നോക്കിയാൽ പോരാ, എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയെന്ന് നോക്കണം, എന്തുകൊണ്ടാണ് തെറ്റായെന്ന് നോക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാരണം കൊണ്ടാവണം എന്നില്ല അത് കറക്റ്റ് ആയത്. നിങ്ങൾ ചിലപ്പോൾ എഴുതി പോയപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് ചെയ്തു പോയ സമയത്ത് എന്തോ കാരണം കൊണ്ട് നിങ്ങളുടെ ലക്കിന് അതായതാവാം. അപ്പം എക്സാമിന് ലക്ക് വരണം എന്നില്ല സിമിലർ ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഒരു MCQന്റെ ആൻസർ കറക്റ്റ് ആയത്, എന്ത് കാരണം കൊണ്ടാണ് തെറ്റായെന്നുള്ളതും പ്രോപ്പർലി ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി വരുന്ന അപ്കമിങ് സെഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മോക്ക് എക്സാം ഉണ്ടാവും, അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. എഗെയിൻ അതിന് പുറമെ നമുക്ക് ഇനി ഒരു റിവിഷൻ ക്ലാസ്സും കൂടെ ഉണ്ടാവും, പ്രോബ്ലി ഇൻ ദ നെക്സ്റ്റ് ഫ്രൈഡേ. ആ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഹോൾ ടോപ്പിക്ക് അറൌണ്ട് 1 to 2 hours ഡിസ്കസ് ചെയ്യായിരിക്കും ചെയ്യുക. എന്തൊക്കെയാണ് ഓരോ ഏരിയാസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഫൈനൽ എക്സാമിലേക്ക് പോകുന്നുണ്ടാവുക. ആൻഡ് കമ്മിങ് വീക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും നമ്മുടെ റെഗുലർ ബാച്ചിന്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. അപ്പം എസ്പെഷ്യലി നമ്മുടെ റെഗുലർ ബാച്ച് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 100% റെക്കോർഡിങ്സ് ഉണ്ട്. സോ ഈ റെക്കോർഡിങ്സ് ഒക്കെ നമ്പർ ഓഫ് ടൈംസ് കാണുക, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലൈവ് ക്ലാസിന്റെയും ഈ ഒരു റിവിഷൻ ക്ലാസിന്റെയും റെക്കോർഡിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് വീണ്ടും എക്സാമിന്റെ സമയത്തിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും കാണാം. ആൻഡ് കണ്ട് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം whenever you do the questions relating to substantive procedures. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ് ഈ ഓരോ ഏരിയാസും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളത് പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. അതുപോലെ തന്നെ എസ്പെഷ്യലി ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയയും ഓഡിറ്റ് റിസ്കിന്റെ ഏരിയയും എത്ര നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ അത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. സോ അതും മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പൊ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓരോന്നും പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതുക. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക്